العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാം അതിലെ കിതാബുൽ ജനായിസിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ച പുതിയ അധ്യായമാണ് കിതാബുൽ ജനായിസ്. മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ അധ്യായത്തിലുള്ളത് എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അധ്യായത്തിൽ സഹോദരങ്ങളെ, മരണാനന്തര കർമ്മങ്ങളിലെ വ്യത്യസ്ത കർമ്മങ്ങളായ മയ്യിത്ത് കുളിപ്പിക്കുക, മയ്യിത്ത് നിസ്കാരം, അതുപോലെ കഫം ചെയ്യുക പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഹദീസുകളാണുള്ളത്. എന്തുകൊണ്ടാണ് മയ്യിത്ത് കിതാബുൽ ജനായിസ് അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകളോടൊപ്പം ചേർത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ അതിൻ്റെ ഒരു തർത്തീബ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ് പഠിക്കുക. കാരണം നിസ്കാരമാണ് ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ കർമ്മം. 2 ഷഹാദത്ത് കഴിഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളിൽ പിന്നീടുള്ള നിസ്കാരമാണ്. അതിനുശേഷം സക്കാത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് പഠിക്കുക. കാരണം നിസ്കാരത്തിന് ശേഷം സക്കാത്താണ്. പിന്നീട് നോമ്പുമായി ബന്ധപ്പെട്ടത്, പിന്നീട് ഹജ്ജ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോഴാണ് കിതാബുൽ ഇബാദാത്ത്, ഫിഖുൽ ഇബാദാത്ത് എന്ന് പറയുന്ന കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ഫിഖ്ഹിന്റെ അധ്യായങ്ങൾ കഴിയുന്നത്. എന്നാൽ മരണാനന്തരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ അനേകമുണ്ട്. അതിന് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പിന്നീട് മറ്റധ്യായങ്ങളിലാണ് വരിക. പക്ഷെ അവിടെ ഒന്നും ഉൾപ്പെടുത്താതെ ജനായിസ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഈ വലിയ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ പിന്നിലുള്ള യുക്തി പണ്ഡിതന്മാർ പറയുന്നു, മരണാനന്തര കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കർമ്മം എന്ന് പറയുന്നത് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണ്. എല്ലാ കർമ്മങ്ങളും പ്രാധാന്യമുള്ളതാണ്, പക്ഷെ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനും തൻ്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി, ചിലപ്പോൾ അത് തൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാവാം, ഉപ്പയാകാം, മകനാകാം, സഹോദരനാകാം, ആരുമാകാം, അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് മയ്യിത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ മയ്യിത്ത് നിസ്കാരം അത് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾക്ക് മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാർത്ഥനകൾ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, നിന്ന് കൊടുക്കുമ്പോൾ അറിയാത്ത ആൾ അല്ലാഹു മഗ്ഫിർലഹു എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പോയാലും ഇത് തന്നെ അവൻ അറിയുള്ളൂ. കാരണം ബാക്കി പഠിച്ചിട്ടില്ല. ഇപ്പൊ സഹോദരങ്ങൾ അത് പഠിക്കണം. അത് പ്രാർത്ഥനയുടെ കിതാബുകൾ ഉണ്ടാകും. അതിൽ നമ്മൾ മയ്യിത്ത് നിസ്കാരം എന്നുള്ള അധ്യായം എടുത്തു കഴിഞ്ഞാൽ 1ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ, 2ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഇബ്രാഹിമി സ്വലാത്ത്, 3ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ട്. അതിന് കുറച്ചൊരു 5-8 വരി കാണുമ്പോഴേക്കും പലരും അത് പഠിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇത് കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കും. അതിന്റെ അർത്ഥം മാത്രം നോക്കി വെക്കും. അത് പോരാ സഹോദരങ്ങൾ, അത് ശരിക്കും നമ്മൾ പഠിക്കണം. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകളുടെ മരണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് അറിയില്ല എന്ന് പറയുന്നത് അത് വലിയൊരു ന്യൂനതയാണ്. അതുകൊണ്ട് നമ്മളത് പഠിക്കാൻ ശ്രദ്ധിക്കണം. നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ഇതിലുള്ള ഹദീസുകളിലൊന്നും ആ ഹദീസ് ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ച ഹദീസ് ഇതിലില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് അത് പഠിക്കണം, അതിന്റെ രൂപം അത് പഠിക്കണം. അടുത്ത ഹദീസ് അൻ ഉമ്മി അത്തിയ്യ അൽ അൻസാരിയ ഖാലത്ത്, അൻസാരിയായ സഹാബി വനിതയാണ് ഉമ്മു അത്തിയ്യ. അവർ പറയുന്നു, ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തൂഫിയത് ഇബ്നതുഹു സൈനബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ് വഫാത്തായപ്പോൾ, അതായത് ഇവർ മറ്റ് സഹാബി സ്ത്രീകൾ അവരെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ്. അതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഇഗ്സിൽനഹാ സലാസ, അഥവാ ആ മയ്യിത്ത് കുളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അവളെ 3 പ്രാവശ്യം കുളിപ്പിക്കണം, ഔ ഹംസൻ, അല്ലെങ്കിൽ 5 പ്രാവശ്യം കുളിപ്പിക്കണം, ഔ അക്സർ മിൻ ദാലിക്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണ നിങ്ങൾ അവളെ കുളിപ്പിക്കണം. ഇൻ റഅയ്തുന്ന ദാലിക്, നിങ്ങൾ അത് കാണുകയാണെങ്കിൽ, അഥവാ ഓരോ കുളിക്ക് ശേഷവും 3 പ്രാവശ്യം കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ല മാലിന്യങ്ങളും പുറത്തേക്ക് വരുന്നതായി കാണുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? 4ാമതായി കുളിപ്പിച്ചത് വൃത്തിയാക്കി, എന്നിട്ട് 5-ൽ അത്
ഒറ്റയാക്കി നിർത്തണം എന്നാണ് പറഞ്ഞത്. ആ കുളിപ്പിക്കേണ്ടത് ബിമാ ഇൻ വസിദർ, നിങ്ങൾ വെള്ളവും സിദറും, സിദർ എന്ന് പറഞ്ഞാൽ ഇലന്ത മരമാണ്, അതിന്റെ ചെടി, അതിന്റെ ഇലയാണ് പൊടിച്ചിട്ട് അത് ഉപയോഗിക്കുക. അപ്പൊ ബിമാ ഇൻ വസിദർ അത് ഉപയോഗിക്കണം. വജ്അൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ശൈഅൻ മിൻ കാഫൂർ, അവസാനത്തെ കുളിയിൽ നിങ്ങൾ എന്ത് ഉൾപ്പെടുത്തണം? കാഫൂർ, കർപ്പൂരം ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അതേപോലെയുള്ള അതിൽ നിന്നും എന്തെങ്കിലും ഉൾപ്പെടുത്തണം. ഫഇദാ ഫറഗ്തുന്ന ഫആദന്നനി, അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ, കുളിപ്പിച്ചു കഴിഞ്ഞാൽ, കഫൻ ചെയ്യുന്നത് മുമ്പായിട്ട് ഫആദന്നനി, നിങ്ങൾ എന്നെ വിളിക്കണം. ഫലമ്മ ഫറഗ്നാഹു ആദന്നാഹു, അവർ പറയുന്നു അങ്ങനെ ഞങ്ങളത് മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വിളിച്ചു. ഫഅഅതാനാ ഹഖ്വ, അങ്ങനെ അവിടുത്തെ അരയുടുപ്പ്, അവിടുന്ന് ധരിച്ചിരുന്ന വസ്ത്രം അത് ഞങ്ങൾക്ക് നൽകി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു അശ്ഇർനഹാ ബി, അതുകൊണ്ട് നിങ്ങൾ അവളെ പുതപ്പിക്കുക, അതായത് ശരീരത്തിനോട് ഏറ്റവും അടുത്ത വസ്ത്രമായി അത് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം അതിന് പറയുന്നു അശ്ഇർനഹാ ബിഹി യഅനി ഇസാറഹു, തന്റെ തുണി അത് പുതപ്പിക്കുക എന്നുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. വഫി റിവായത്തിൻ, ചില റിവായത്തിൽ ഔ സബ്അൻ, നേരത്തെ 5 എന്ന് നിർത്തിയെടുത്ത് 7 പ്രാവശ്യം എന്നൊക്കെ വന്നിട്ടുണ്ട്. വഖാൽ, വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട് ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഅൽ വുളു, കുളിപ്പിക്കുമ്പോൾ ആരംഭിക്കേണ്ടത് വലതു ഭാഗമാണ്, ഏതൊരു അവയവും വലതു ഭാഗമാണ് ആരംഭിക്കേണ്ടത്, അതുപോലെ വുളുവിന്റെ ഭാഗമാണ് ആദ്യം ആരംഭിക്കേണ്ടത് എന്നാണ്. وأن أم عطية قالت وجعلنا رأسها 3 قرون. ഉമ്മു അത്തിയ റിവായത്ത് ചെയ്ത സഹാബി വനിത റളിയല്ലാഹു അൻഹ, അവർ പറഞ്ഞു ഞങ്ങൾ അവരുടെ മുടി 3 മെടഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. സഹോദരങ്ങളെ, മയ്യിത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസാണിത്. അതിൽ മയ്യിത്ത് കുളി നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഗ്സിൽനഹാ എന്നാണ് പറഞ്ഞത്, അവരെ കുളിപ്പിക്കുക. ഇഗ്സിൽ എന്ന് ഫിഅൽ അംറാണ് പറഞ്ഞത്, കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അതിനെ നിർബന്ധമാക്കുന്നു എന്ന് അറിയിക്കുന്നു. അപ്പൊ മയ്യിത്ത് കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ മഹല്ലിലുള്ള മുഴുവൻ ആളുകൾക്കും കുറ്റമുണ്ടാകും. കാരണം അത് ഫർളു കിഫായാണ്, ആ ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ആ സമൂഹത്തിലെ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. ഒരു മയ്യിത്ത് മരിച്ചു, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ ഒരു മുസ്ലിമായ ഒരു മയ്യിത്തിനുണ്ടായാൽ അത് മുഴുവൻ ആളുകൾക്കും കുറ്റം കിട്ടും. എന്നാൽ ഒരാൾ അത് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഫർളു കിഫായാണ്, അല്ലെ? ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ഓരോ വ്യക്തിക്കും ബാധ്യതയില്ല, ഫർളു ഐനല്ല. ആ ഉമ്മത്തിൽ ഏതെങ്കിലും 1-2 ആൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് ശരിയാക്കി കഴിഞ്ഞാൽ, അതിനുവേണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അതിൽ നിന്നും എന്തുണ്ട്? കുറ്റവിമുക്തിയുണ്ട്, അവർക്ക് കുറ്റമില്ല, അവരുടെ ബാധ്യത ഒഴിഞ്ഞു. എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലോ കഴിവുള്ള മുഴുവൻ ആളുകൾക്കും കുറ്റം കിട്ടും. കഴിവുള്ള എന്ന് പ്രത്യേകം അടിവരയെടുക്കുക. കഴിവുള്ള മുഴുവൻ ആളുകൾക്കും കുറ്റം കിട്ടും. കാരണം കഴിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും, കുളിപ്പിക്കാൻ കഴിയാത്ത, അതിന് ശക്തിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് കുറ്റം എന്തായാലും ഇല്ല. എന്നാൽ കഴിവുള്ള ആളുകൾക്ക് അത് കുറ്റമുണ്ടാകും എന്ന കാര്യം. അതുകൊണ്ട് മയ്യിത്തിനെ കുളിപ്പിക്കാനൊക്കെ നമ്മൾ യുവാക്കളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്, അത് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടി പലപ്പോഴും മുന്നിട്ടിറങ്ങാറുള്ളത് ബിദ്അത്തിന്റെ കക്ഷികളാണ്. പല രൂപത്തിലുള്ള ബിദ്അത്ത് നടപ്പിൽ വരുത്തുന്ന ആളുകളാണ് ഉണ്ടാകുക. ഈ മേഖലയിൽ തൗഹീദും സുന്നത്തൊക്കെ ഉള്ള ആളുകൾ കുറവായതിനാൽ അവർ പ്രത്യേകം അത് മുതലെടുക്കും. അങ്ങനെ എല്ലാവിധ ബിദ്അത്തുകളും ഈ സമയത്ത് അവർ നന്നായി തകൃതിയായി ചെയ്യും. കാരണം വേറെ ആരും അഭിപ്രായം പറയാൻ ആരെയും കണ്ട് ഈ വന്ന് കുളിപ്പിക്കുന്ന പറഞ്ഞ ആളില്ല. അപ്പൊ അവൻ അതങ്ങനെ ചെയ്യും, ഇതിങ്ങനെ ചെയ്യും, അത് ആ രൂപത്തിൽ വേണം, ബാത്റൂമിന്റെ ഇതിങ്ങനെ പൊളിക്കണം, സാധാരണ വെള്ളം പോകുന്നിടത്ത് പോകാൻ പാടില്ല, പൊളിച്ചിട്ട് അത് പുറത്തേക്ക് വേറെ തന്നെ വെള്ളം പോകണം, അത് ചൂടുവെള്ളം ഇങ്ങനെ ആക്കണം. അങ്ങനെ പല രൂപത്തിലുള്ള യാതൊരു സുന്നത്തിനുമായി പ്രമാണവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും. ഇല്ലാത്ത പല ദിക്റുകൾ അവർ ചൊല്ലും. ഇനി പല ഹൈറുകൾ അവർ തടയും. സ്ത്രീകളെ വീട്ടിൽ നിസ്കരിക്കാൻ സമ്മതിക്കാത്ത ആളുകളുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് ആ രൂപത്തിലുള്ള ദീനിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളത് പഠിക്കണം. യുവാക്കളായ ആളുകൾ മയ്യിത്ത് കുളിപ്പിക്കാനൊക്കെ ആരുടെങ്കിലൊക്കെ കൂടെ പോയി നിന്ന് പഠിച്ച് സഹായമായി പഠിച്ച് പിന്നീട് അങ്ങനെ അതിനുവേണ്ടി പഠിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ മസ്ജിദ് നബവിയിലൊക്കെ അതുപോലെ 2 ഹറമിലുണ്ടാകാൻ സാധ്യതയുണ്ട്. മസ്ജിദ് നബവിയിലൊക്കെ അങ്ങനെ മയ്യിത്ത് കുളിപ്പിക്കൽ അതിന്റെ പരിപാലനം പഠിപ്പിക്കാറുണ്ട്. അപ്പം അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും.
ഇഗ്സിൽനഹ കുളിപ്പിക്കാൻ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് സലാസൻ 3 പ്രാവശ്യം എന്നാണ്. എന്നാൽ കുളിപ്പിക്കൽ നിർബന്ധമാണ്, 3 പ്രാവശ്യം കുളിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ എന്താണ് 3 പ്രാവശ്യം കുളിപ്പിക്കൽ വാജിബാണ് എന്ന് പറയാത്തത്? കാരണം 3 പ്രാവശ്യത്തിന്റെ എണ്ണം പറഞ്ഞപ്പോൾ ഇൻ റഅയ്തുന്ന ദാലിക്, നിങ്ങളത് കാണുകയാണെങ്കിൽ, വല്ല മാലിന്യം കാണുകയാണ് എങ്കിൽ എന്നൊരു കണ്ടീഷനോട് കൂടിയാണ് പറഞ്ഞത്, ഒരു നിബന്ധനയോട് കൂടിയാണ് പറഞ്ഞത്. അതങ്ങനെ പറയുന്ന സമയത്ത് അത് വളരെ വ്യക്തമാണ്, അത് നിർബന്ധമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുളിപ്പിക്കാൻ ഇൻ റഅയ്തുന്ന ദാലിക് എന്ന് പറഞ്ഞിട്ടില്ല. ഇഗ്സിൽനഹ ഇൻ റഅയ്തുന്ന ദാലിക്, വല്ല മാലിന്യം ഉണ്ടെങ്കിൽ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്ക് കുളിപ്പിക്കലും സുന്നത്താണെന്ന് പറയാമായിരുന്നു. പക്ഷെ കുളിപ്പിക്കാൻ നേരെയാണ് പറഞ്ഞത്. ഇഗ്സിൽനഹ അത് കുളിപ്പിക്കുക. സലാസൻ 3 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ 5 പ്രാവശ്യം അല്ലെങ്കിൽ അതിലധികം ഇൻ റഅയ്തുന്ന ദാലിക്. അപ്പൊ ഏറ്റവും മുജ്സി ആയ, അതായത് ശരിയായ സഹീഹായ കുളി ഒരാൾക്ക് നമുക്ക് കുറ്റം കിട്ടാത്ത രൂപത്തിൽ കുളിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരം മുഴുവൻ വൃത്തിയാകുന്ന രൂപത്തിൽ 1 പ്രാവശ്യമെങ്കിലും കുളിപ്പിച്ചാൽ അതെന്തായി? ശരിയായ കുളിപ്പിക്കൽ നമ്മൾ നടത്തി. എന്നാൽ അഫ്ളൽ എന്താണ്? അത് ഒറ്റയിൽ അവസാനിപ്പിക്കുകയാണ്. 3 മതി, 3 അവസാനിപ്പിക്കാം. പക്ഷെ 3 കഴിഞ്ഞിട്ട് മാലിന്യങ്ങൾ വല്ലതും പുറത്തു വരുന്നതാണെങ്കിൽ, ഇപ്പൊ കുളിപ്പിക്കുന്ന ആളുകൾക്ക് അറിയാം, അപ്പൊ അങ്ങനെ രൂപത്തിൽ വല്ലതും പുറത്തു വരികയാണ് എങ്കിൽ എന്ത് ചെയ്തു കൊടുക്കുക? അല്ലെ, വയറൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അത് കുളിപ്പിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് അത് കുളിപ്പിക്കുക. അപ്പൊ മയ്യത്തിന് അല്പം പൊന്തിച്ച് പിന്നെ അടിയിലൂടെ വെള്ളം ഒഴിച്ചു കളഞ്ഞ് ആ രൂപത്തിലാണ്. അങ്ങനെ വല്ല മാലിന്യങ്ങളും ഉണ്ടെങ്കിൽ അതിങ്ങനെ നീക്കി കുളിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ എത്രയാണോ ആ മാലിന്യങ്ങളൊക്കെ നീങ്ങുന്നത്, അപ്പൊ അതൊരു ഇരട്ട സംഖ്യയിലാണെങ്കിൽ ഒന്നുകൂടി കൂട്ടി ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്, എന്നതാണ് സഹോദരങ്ങളെ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് സുന്നത്തായ കാര്യമാണ്. എണ്ണത്തിന്റെ കാര്യം സുന്നത്താണ്, എന്നാൽ കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഔ അക്സറ മിൻ ദാലിക്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് എണ്ണം ഇല്ല. അപ്പൊ എത്രയാണോ വൃത്തിയാകുക എന്നുള്ളതാണ് അവിടെ മാനദണ്ഡം. ഇനി ചില സമയത്ത് അങ്ങനെ നിൽക്കാത്ത രക്തമോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറഞ്ഞു. തണുപ്പുള്ള ഐസോ മറ്റോ ഒക്കെ വെച്ച് ആ രക്തത്തെ വരുന്നതിന് ഇല്ലാതാക്കാം. അതേപോലെ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ ഗുഹ്യഭാഗങ്ങളിലൊക്കെ കോട്ടൺ പോലെയുള്ള കാര്യങ്ങൾ അത് വെക്കാം എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ബിമാ ഇൻ വസിദർ, ആ കുളിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെള്ളവും അതുപോലെ സിദറുമാണ്, എലന്ത മരമാണ് പറഞ്ഞത്. അപ്പൊ എലന്ത മരത്തിന്റെ ഇലയാണ്, അത് പൊടിച്ചിട്ട് ഉപയോഗിക്കുക. അത് എന്താണ്? നമുക്ക് നന്നായി വൃത്തിയാകാൻ വേണ്ടി തൻലീഫിനുള്ള ഒരു വസ്തുവാണ്. നല്ല വൃത്തി കിട്ടുന്ന, നല്ല പത ഉണ്ടാകും. അത് ഉരച്ച് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതിന് നല്ല പത കിട്ടും. അപ്പൊ ആ പത ഉപയോഗിച്ചിട്ട് താടിയിലും മുടിയിലും, പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ തലയിലും മറ്റുമൊക്കെ അത് പത ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും കഴുകുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കുളിയിൽ, അതായത് ഒരൊറ്റ ഒഴിക്കലിൽ ഈ മാത്രം അത് സിദ്ർ ഉൾപ്പെടുത്തിയാൽ മതി. ഇപ്പൊ നമ്മൾ 3 പ്രാവശ്യം 5 പ്രാവശ്യം കുളിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും സിദ്ർ ഉൾപ്പെടുത്തേണ്ടതില്ല. കാരണം അത് ശരീരത്തിനെ ബാധിക്കും, ഒരുപാട് ഉപയോഗിക്കുന്ന ശരീരത്തിനെ ബാധിക്കും. അത് വൃത്തിയാകാനുള്ള രീതിയിൽ 1 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഇവിടെ സിദ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വൃത്തിയാകുക എന്നുള്ള ഒരു വസ്തുവായിട്ടാണ്. അതിനു പകരം ഒരാൾക്ക് സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഷാമ്പു പോലത്തെ ഉപയോഗിക്കുന്ന, അങ്ങനെ അതുപോലെ ബോഡി വാഷ് പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് തെറ്റായ കാര്യമല്ല. വൃത്തിയാകുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിൽ വന്നത് സിദറാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. സിദർ ഉപയോഗിക്കുന്നതിന് പ്രത്യേകതയുണ്ട്, കാരണം നസ്സായിട്ട് വന്നിട്ടുള്ളത് സിദറാണ്. അതുകൊണ്ട് അത് ലഭിക്കുകയാണ് എങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫത്വ ചോദ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, വെസ്റ്റേൺ കൺട്രികൾ. അപ്പോൾ അവിടെ അവർക്ക് സിദർ അവിടെ കിട്ടാനില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നത് അതിന് പകരമുള്ള കാര്യം ഉപയോഗിക്കുക, സോപ്പോ മറ്റോ ഒക്കെ ഉപയോഗിച്ചാൽ അത് മതിയായതാണ്. എന്നാൽ സിദർ ഒരാൾക്ക് ലഭിക്കുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതുപോലെയാണ് നമ്മുടെ നായ പാത്രത്തിൽ തലയിട്ടാൽ അത് 7 പ്രാവശ്യം കഴുകേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നജസായി കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകേണ്ടതുണ്ട്. അതിലൊന്ന് മണ്ണാണ്. ഒരാൾക്ക് മണ്ണ് കിട്ടാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വൃത്തികേടാകും എന്നതുണ്ട് എങ്കിൽ അതേപോലെയുള്ള ആ നല്ലൊരു കെമിക്കൽ ഉപയോഗിക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മണ്ണിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് എന്നാണ്. അപ്പൊ ചിലരിപ്പോൾ കണ്ടുപിടിച്ചു മണ്ണ് കൊണ്ട് അതിന്റെ ആ നായയിൽ നിന്നുണ്ടാക്കുന്ന വലിയ കീടാണുവിനൊക്കെ അത് നശിപ്പിക്കാനൊക്കെ മണ്ണിന് കഴിയും. അതുപോലെ മണ്ണ് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ്. എല്ലാ സാമ്പത്തിക ചെലവൊന്നും അതിന് വരുന്നില്ല, എല്ലാവർക്കും എളുപ്പമാണ്. ശരീരത്തിൽ മണ്ണാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു പകരം ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഇട്ടത് കഴുകാൻ പറ്റും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വൃത്തിയാകുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. ഇസാലത്തു നജാസ, നജസിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഏത് വഴിയായാലും മതി. പക്ഷെ ഇവിടെ സിദ്ർ ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും.
പിന്നീട് പറഞ്ഞു വജ്അൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ശൈഅൻ മിൻ കാഫൂർ, അവസാനത്തെ ആ കുളിയിൽ എന്ത് ചെയ്യുക, കർപ്പൂരം ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ കർപ്പൂരം എന്തിനു വേണ്ടിയിട്ടാണ്? കർപ്പൂരം നൗഉം മിന അത്തീബാണ്, അതൊരു മണമുണ്ടാക്കുന്ന അല്ലെ, മണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർപ്പൂരം ഉപയോഗിക്കുന്നത്. നല്ല സ്മെല്ലുണ്ടാക്കുന്ന, നല്ല മണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കർപ്പൂരം ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് കർപ്പൂരത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് എന്നാണ്. കർപ്പൂരമിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളോ മറ്റോ ഒക്കെ വന്ന് അത് മാന്തി എടുക്കുക എന്നുള്ള സാധ്യത വളരെ കുറയും എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ നിന്നും ഉണ്ടാകുന്ന മണം അത് വന്യജീവികൾക്കൊക്കെ അത് പറ്റാത്തതായ, അവരെ അകറ്റുന്നതായ ഒരു ഗന്ധമാണ് അതിൽ നിന്ന് പുറപ്പെടുക. അത് നല്ല ഗന്ധമാണ്, പക്ഷെ അവകൾക്ക് അത് നന്നായി ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് അത് അടുക്കുകയില്ല. അങ്ങനെ ഒരു ഫായിദ കൂടി കർപ്പൂരത്തിനുണ്ട് എന്ന് പറയുന്നു. വല്ലാഹു അഅലം. എന്ത് തന്നെയായാലും നല്ല മണമുള്ള ഒരു വസ്തുവാണ് കർപ്പൂരം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, അത് ശരീരത്തിനൊരു ബലം കൂടി നൽകും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. കുളിപ്പിക്കുന്ന സമയത്ത് ഒരു ബലം കൂടി ശരീരത്തിന്, അതായത് ഒരു ഉറപ്പ് കൂടി നിൽക്കും, അതിന് നല്ല രീതിയിൽ ശരീരം ഒരു ടൈറ്റായി നിൽക്കും എന്നുള്ളതും കർപ്പൂരത്തിന് ഒരുപാട് ഫായിദ ഉണ്ട് എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഹദീസിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും അതിന് ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും, അതല്ലാതെ അവിടുന്ന് പറയുകയില്ല. വജഅൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ശൈഅൻ മിൻ കാഫൂർ. അതുകൊണ്ട് തന്നെ ഇതിന് പകരമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലെ അതോടൊപ്പം തന്നെ നല്ല മണമുള്ള അത്തർ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാമെന്നാണ്. പക്ഷെ അത് കെമിക്കൽ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ശരീരത്തിന് കേടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിനി കഫൻ ചെയ്യുന്ന സമയത്ത് അവിടെയും സുഗന്ധം ഉപയോഗിക്കുന്നത് സുന്നത്താണ്. അതുപോലെ കുളിപ്പിക്കുന്ന വെള്ളത്തിനുമൊക്കെ സുന്നത്താണ്. ഇത് എല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ ആ വുളുവിന്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നത്, കാരണം ഈ ഹദീസിന്റെ അവസാനത്തിൽ വന്നത് വുളുവുമായി വുളുവിന്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാര് ഈ ത്വീബ് കാഫൂർ അത് വുളുവുമായി ബന്ധപ്പെട്ടത് രണ്ട് കൈയിലും നെറ്റിയിലും ഒക്കെ അത് വെച്ചു കൊടുക്കാം, അത് പുരട്ടി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഫൈദ ഫറഗ്തുന്ന, അതായത് നിങ്ങൾ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫം ചെയ്യുന്നതിന് മുമ്പ് ഫഅദന്നനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കണം. ഫലമ്മ ഫറഗ്നാഹു ആദന്നാഹു, അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിളിച്ചു. കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഫഅതാന ഹഖ്വ എന്നും ഹിഖ്വ എന്നും പറയുന്നുണ്ട്. ഹഖ്വ അല്ലെങ്കിൽ ഹിഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസാറാണ്, തുണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണി ഇവരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അശ്ഇർനഹാ ബിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഷിആറായി ഉപയോഗിക്കുക എന്നാണ്. എന്താണ് ഷിആർ എന്ന് പറയുന്നത്? ഷിആർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വസ്ത്രത്തിനാണ് ഷിആർ എന്ന് പറയുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളിൽ ഉപയോഗിക്കുന്ന ഇന്നർ വെയർ, ബനിയാനൊക്കെ ഉണ്ട് അല്ലെ, കോട്ടൺ. അപ്പൊ അതിനാണ് നമുക്ക് ഷിആർ എന്ന് പറയാൻ പറ്റുന്ന, അതാണ് ഒരു വസ്ത്രത്തിൽ. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന സമയത്ത് 3 തുണികൾ ഉണ്ടാകും. അപ്പോൾ ശരീരത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുണിയായി ഈ വസ്ത്രം നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. പക്ഷെ ഷിആർ എന്ന് പറയുന്നത് അതാണ്, ഉള്ളിലത്തെ വസ്ത്രത്തിനാണ് പറയുക. അപ്പൊ അത് ധരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ കുറിച്ച് പറഞ്ഞല്ലോ, അൽ അൻസാറു ഷിആറുൻ വന്നാസു ദിസാറുൻ എന്ന് പറഞ്ഞു. അൻസാരികൾ ഷിആറാണ്, അതായത് എന്നോട് ഏറ്റവും അടുത്ത ആളുകളാണ്. വന്നാസു ദിസാറുൻ, ബാക്കിയുള്ള മനുഷ്യരെല്ലാം ദിസാറാണ്. ദിസാർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മുകളിൽ ധരിക്കുന്ന വസ്ത്രമാണ്. ഇത് ദിസാറാണെങ്കിൽ ഇതിനുള്ളിൽ ധരിച്ച ആ ബനിയനായിരിക്കും ഷിആർ എന്ന് പറയുന്നത്. അതിനർത്ഥം ഏറ്റവും അടുത്ത എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തതാണ് അവിടുത്തെ മകൾ. അപ്പൊ മരണശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സാന്നിധ്യം കൊടുക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഒരുപാട് മസ്അലകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കുളിപ്പിക്കുന്നത് വരെ അത് വെയിറ്റ് ചെയ്തത്, അത് വൈകിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പും മറ്റുമൊക്കെ ആയിട്ടുള്ള ആ ഒരു ഷിആർ, ആ ഒരു വസ്ത്രം തന്നെ, തുണി തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അതിൽ ബറക്കത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളിൽ ബറക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിൽ ബറക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിൽ ബറക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിൽ ബറക്കത്തുണ്ട്. അപ്പൊ ആ ബറക്കത്ത് അവിടുത്തെ പുത്രിയായ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് അത്രയും വൈകിപ്പിച്ചത്. കാരണം ആദ്യമേ എടുത്ത് കൊടുക്കുന്നില്ല അല്ലെ, വേണം അങ്ങനെ കൊടുക്കാമായിരുന്നല്ലോ, ഒരു തവണ വന്നതാണ്. പക്ഷെ എന്തു പറഞ്ഞു, നിങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞ് തന്നെ അറിയിക്കണം, അപ്പോൾ തരാം, ആ കഫം ഇവിടെ ധരിപ്പിക്കുന്ന സമയത്തേക്ക് നൽകാമെന്നാണ്. അപ്പൊ അവിടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക്
അവിടുന്ന് ബാക്കി വെച്ച, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രത്തിന്, അവിടുന്ന് ഉപയോഗിച്ച വടിക്ക്, അവിടുന്ന് ഉപയോഗിച്ച പാത്രത്തിന്, ഇതിനെല്ലാം ബറക്കത്തുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളിൽപ്പെട്ട കാര്യമാണത്. നമുക്ക് കാണാൻ സാധിക്കും സഹാബികൾ അതങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രം ഉപയോഗിച്ചിരുന്നു. അടുത്ത ഖാദിമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റഹിമഹുള്ളക്ക് ആ പാത്രം കിട്ടിയിരുന്നു എന്നാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രത്തിൽ കുടിച്ചിരുന്നു എന്നാണ്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കിട്ടിയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 മുടി ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം വസിയത്തും കൂടി ചെയ്തിരുന്നു, ഞാൻ മരിക്കുമ്പോൾ എന്റെ 2 കണ്ണിൻ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുടി വെക്കണം എന്ന് അദ്ദേഹം വസിയത്തും ചെയ്തിരുന്നു എന്ന് കാണാം. അപ്പൊ പല സഹാബികളും അത് പലപ്പോഴും അവരുടെ ദഫൻ ചെയ്യുന്ന സമയത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ കഫൻ പുടവയായി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വസിയത്ത് നൽകിയെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബനുൽ അബ്ബാസ് അവരുടെ ഭരണകൂടത്തിലെ ഭരണാധികാരികളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പുണ്ടായിരുന്നു, അതുപോലെ അവിടുന്ന് കുത്തിപ്പിടിച്ച് നടന്ന വടിയുണ്ടായിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ആസാറുകളും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അത് ലഭ്യമല്ല, അതില്ലാതായി തീർന്നിട്ടുണ്ട്. കാരണം സഹാബികളെല്ലാം അല്ലെ, ലക്ഷക്കണക്കിന് സഹാബികളുണ്ട്, താബീയങ്ങളുണ്ട്, ഇമ്മത്തുകളുണ്ട്, അവരെല്ലാം കിട്ടിയ ആളുകളൊക്കെ അത് അവരിൽ തന്നെ ബറക്കത്തായി ഉപയോഗിക്കുകയും ചിലരുടെ അടുത്തൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് അത് ഇല്ലാതായിട്ടുണ്ട്. ഒരു ഇസ്ലാമിക പണ്ഡിതൻ, അതായത് ചരിത്രകാരനായ മിസ്രിയായ തൈമൂർ ബാഷ, അദ്ദേഹത്തിന്റെ അൽ ആസാറുൻ നബവിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ആസാറുൻ നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ, തിരുശേഷിപ്പുകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യവും, ഒരു അസറും ഈ ലോകത്ത് നിന്ന് ബാക്കിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് ബാക്കിയില്ല എന്ന് വളരെ കൃത്യമായി ചരിത്രപരമായി അദ്ദേഹം അത് സ്ഥാപിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്ന ധാരാളം പുരോഹിത വർഗം ഏതോ ഒരു സ്ത്രീയുടെ മുടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെ കുറിച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായി ഹദീസിലുള്ളതാണ്. അല്ല, അവിടുന്ന് ഇത്ര വലിയ മുട്ടോളമുള്ള മുടി ഉണ്ടായിരുന്നു? ഇല്ല. അവിടുന്ന് ചെവിക്കുറ്റിയുടെ താഴെ മുടി ഉണ്ടായിരുന്നു, നീളമുള്ള മുടി ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ഉണ്ടായിരുന്നു, കൃത്യമായി വന്നതാണ്. അപ്പോൾ ഇവർ വ്യാജം പറയുകയുണ്ടായി, അത് വഫാത്തിന് ശേഷം പിന്നെയും വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുടി ബിസിനസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പുരോഹിത വർഗം എല്ലാവരും അതെന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ആക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനുവേണ്ടി കാശ്മീരിൽ മസ്ജിദ് ഉണ്ട്, ഈ രൂപത്തിൽ ബാൽ മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ്, മുടിയുടെ മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ് കാശ്മീരിലുണ്ട്. അതുപോലെ പല സ്ഥലത്തും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശേഷിപ്പുകൾ വിറ്റ് പണം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ തൊടാൻ കൊടുത്തിട്ട് പണം ഉണ്ടാക്കുന്ന ധാരാളം പുരോഹിതന്മാരുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടിയാണ്, ഇത് ചെരുപ്പാണ്, ഇത് കോട്ടാണ്. അങ്ങനെ ഒന്നുമില്ല സഹോദരങ്ങൾ. അങ്ങനെ ഒരു വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് തിരുശേഷിപ്പുകൾ എന്ന് ബാക്കിയില്ല. അതുകൊണ്ട് ഈ ചിത്രത്തിലൊക്കെ കാണുന്നത്, പല മ്യൂസിയത്തിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന കാണുന്നതൊക്കെ ആളുകൾ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഊഹാഭോഗങ്ങൾ പറഞ്ഞിട്ട് അതങ്ങനെയാണ് എന്ന് വിശ്വസിച്ച് പോരുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഹ്ലുസ് സുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അതോടൊപ്പം അതിന്നൊന്നും തന്നെ ഇല്ല എന്ന് വളരെ കൃത്യമായി ചരിത്രത്തിൽ വന്നതിനാൽ ഈ കാണുന്ന ഏതെങ്കിലും വ്യാജ തിരുശേഷിപ്പുകളെ നമ്മൾ ഒരിക്കലും സമീപിക്കുകയില്ല. പ്രത്യേകിച്ചും അത് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫത്തിന്റെയും ആളുകളുടെ കയ്യിലാണ് എങ്കിൽ നമുക്ക് യാതൊരു വിശ്വാസവും അതിലില്ല. മാത്രമല്ല, അതിൽ നിന്നും അവർ സ്വീകരിക്കുന്ന ബറക്കത്തിന്റെ രീതിയൊന്നും ഇസ്ലാമികമായി പറയുന്ന രൂപത്തിലുള്ള തബറുക്കിന്റെ രീതിയൊന്നുമല്ല അവർ സ്വീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അവരതിൽ ഒടിമുക്കി പണം ഉണ്ടാക്കുകയാണ്. കുപ്പിവെള്ളത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വിറ്റ് കാശാക്കുന്ന ആളുകളാണ്. ഇത് നമ്മുടെ മുൻഗാമികൾ ചെയ്ത കാര്യമേ അല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതോടൊപ്പം, തബറുക്ക് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ സഹാബത്തിന് അതില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ തിരുശേഷിപ്പുകൾ ആരും അത് ഉപയോഗിച്ചിരുന്നില്ല. ഉമറിന്റെയോ ഉസ്മാനിന്റെ അലിയുടെ റളിയല്ലാഹു അൻഹും അജ്മഈൻ ആരും അത് ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് സഹാബികളുടെ തിരുശേഷിപ്പുകൾ പോലും അതിൽ ബറക്കത്തില്ലാത്തതാണ്, അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം ബറക്കത്തുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് ദീനിൽ സ്ഥിരപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ ബറക്കത്തുണ്ട് എന്നുള്ളത് അത് ഹദീസ് കൊണ്ടുകൊണ്ട് സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അതല്ലാത്ത സാലിഹ്യങ്ങൾക്ക്, തങ്ങന്മാർക്ക്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദുകൾക്ക് ആർക്കും അങ്ങനെ ഒരു യാതൊരു ബറക്കത്തുമില്ല. അവരുടെ കൈ തൊട്ട് ചുംബിക്കുന്നതിലോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം തൊടുന്നതിലോ അതിലൊന്നും യാതൊരു ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുക, അള്ളാഹു കാരണമാക്കാത്തതിന് കാരണമാക്കുക എന്നുള്ളത് ഷിർക്കുൻ അസ്ഗറാണ്.
അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ വസ്തുവിന് തന്നെ എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെന്നുള്ള രൂപത്തിൽ വിശ്വാസം മറ്റുണ്ടെങ്കിലും അത് ശിർക്കുൻ അക്ബറാണ്. ഈ വസ്തു എനിക്ക് ഉപകരിക്കും, ഈ ഒരു വസ്തുവിന് എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെ കുറിച്ച് വിശ്വസിച്ചാൽ പോലും അങ്ങനെ തന്നെയാണ്. ഈ മുടി എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു ഉപദ്രവം ഏൽക്കുകയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഖൈറുകൾ വരും. ആ മുടിയെ കുറിച്ചിട്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അത് ഷിർക്കുൻ അക്ബറാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് വിശ്വസിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണെങ്കിൽ ശരിയാണ്, സഹീഹാണ്. പക്ഷേ മറ്റുള്ളവരുടെ ആസാറുകളാണ് എങ്കിൽ അത് ഇല്ല, അങ്ങനെ ഖിയാസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അശ്ഇർനഹാ ബിഹി, അത് അവരോട് ഏറ്റവും അടുത്ത വസ്ത്രമാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഷെയ്ഖ് അബ്ദുസ്സലാം ശുഐർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഫായിദ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും അടുത്ത വസ്ത്രമാക്കാൻ അവിടുന്ന് ഉപയോഗിച്ചൊരു വസ്ത്രമാണ് നൽകിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്പാദിച്ചതിൽ ഏറ്റവും മുന്തിയതാണ് അവൻ കഴിക്കാൻ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഏറ്റവും മുന്തിയതാണ് അവന്റെ വസ്ത്രമായി, അത് പ്രത്യേകം ഉള്ളിൽ ഉപയോഗിക്കുന്ന വസ്ത്രമായി ഉപയോഗിക്കേണ്ടത്, ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമായി ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഹലാലുകൾ ദറജാത്താണ്. എല്ലാ ഹലാലുകളും ഒരേപോലത്തതല്ല. എല്ലാ ഹലാലുകളും നമ്മൾ സമ്പാദിക്കുന്ന ഹലാലായ വരുമാന മാർഗം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എല്ലാം ഒരേ തട്ടിലുള്ളതല്ല. ചില ഹലാലുകൾ ഏറ്റവും മുന്തിയതാണ്, ചിലത് അതിന്റെ താഴെയാണ്, ചിലത് ഹലാലാണ്. നമുക്ക് ഹറാമാണെന്ന് പറയുന്നു, ഹറാമിന്റെ കാര്യമേ പറയുന്നില്ല, ഹലാല് മാത്രമാണ്. ചിലത് അതിന്റെ താഴെയാണ്. അങ്ങനെയുള്ള പല വരുമാന മാർഗവും ഉണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലമ്മ സുഇല അൻ ഉജ്റത്തിൽ ഹിജാം, ഹിജാമയുടെ പണത്തെക്കുറിച്ച്, അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഅ്ലിഫ്ഹാ നാദിഹക്, അത് നിന്റെ വീട്ടിലുള്ള മൃഗങ്ങൾക്ക് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ഇഅ്ലിഫ്ഹാ നാദിഹക്, ചില റിവായത്തിൽ നിന്റെ അടിമകൾക്ക് കൊടുത്തോളൂ എന്നാണ്. അത് ജായിസാണ്, അനുവദനീയമായ കാര്യമാണ്. അല്ല ഹറാമാണെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല, അടിമകൾക്കും കൊടുക്കാൻ പാടില്ല. ഇത് ജായിസായ കാര്യമാണ്, പക്ഷേ ഏറ്റവും മുന്തിയതല്ല. ഹിജാമിൽ നിന്നും കിട്ടുന്ന വരുമാനം ഏറ്റവും മുന്തിയ വരുമാനമല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില വരുമാനം ഒന്നൊന്നിനേക്കാളും, അതായത് ഹറാമാണ് എന്നല്ല പറയുന്നത്, നിഷിദ്ധമല്ല, എല്ലാം ഹലാലാണത്, ഹലാലായ കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും നല്ല വരുമാനത്തിൽ പെടുന്നതല്ല. കാരണം ചില അതെങ്ങനെ സമ്പാദിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിന്റെ ദർജ കുറയും. അതുപോലെ അതിൽ വല്ല സംശയം നിൽക്കുന്ന കാര്യമാണ്. സംശയം, ചെറിയൊരു സംശയം അതിലുണ്ട്, ഹലാൽ തന്നെയാണ്, പക്ഷെ ചെറിയൊരു സംശയമുള്ള ഒരു കാര്യം അതിലുണ്ട് എങ്കിൽ അതിന്റെ ഹലാലിന്റെ ദർജ ഒന്ന് കുറയും. അതുപോലെ അതിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചെറിയൊരു സംശയങ്ങളുണ്ട് എങ്കിൽ അതിന്റെ ഹലാലിന്റെ ദറജ ഒന്ന് കുറയുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത രൂപത്തിലെ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ പണ്ഡിതന്മാർ പറയാണ്, അതിൽ ഏറ്റവും മുന്തിയ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ല ഹലാലായത് നമ്മൾ കഴിക്കണം. അതുപോലെ നമ്മൾ കുടുംബത്തിന് കൊടുക്കേണ്ടത് അതിൽ ഏറ്റവും മുന്തിയതായിരിക്കണം. നമ്മൾ ഉടുക്കേണ്ടത് അതിന്റെ താഴെയുള്ളത്. പിന്നെയുള്ള കാര്യങ്ങൾ, നമ്മൾ വാഹനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, വീടൊക്കെ അതിന്റെ താഴെ പറയുന്നുണ്ട്. ബാക്കിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കാനുള്ള, പറമ്പിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ മറ്റു പല ആവശ്യ വസ്തുക്കളൊക്കെ വാങ്ങാനും മറ്റൊക്കെ ആയിട്ട് ഭക്ഷണമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിന്റെ താഴെ ഉപയോഗിക്കണം എന്നാണ്. അത് നമ്മൾ മുൻഗാമികൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ചില ഭക്ഷണങ്ങൾ അവർ കഴിക്കില്ല, പക്ഷെ അവരുടെ കുടുംബത്തിന് അവർ തടയുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹം കഴിക്കൂല, പക്ഷെ അദ്ദേഹത്തിന് കുടുംബം അത് കഴിക്കുന്ന തടയുമായിരുന്നില്ല. കാരണം അത് ഹറാമല്ല, ഹറാമാണെങ്കിൽ അത് കുടുംബത്തിന് കൊടുക്കുകയില്ല. പക്ഷെ ഏറ്റവും മുന്തിയത് മാത്രം കഴിക്കാനൊക്കെ അവർ പരിശ്രമിച്ചു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിധി പറഞ്ഞിട്ട്, അദ്ദേഹം ഖാളിയായുള്ള സമയത്ത് അതുമായി ബന്ധപ്പെട്ട വരുമാനം അത് ഹലാലാണെന്നാണ്, പക്ഷെ അദ്ദേഹം അത് അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു പുണ്യപ്രവൃത്തിയിലൂടെ കിട്ടുന്ന ഒരു വരുമാനം അത് അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ കുടുംബം കഴിക്കുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം വിലക്കിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ചില പ്രത്യേക നാട്ടിൽ, അത് ബൈത്തുൽ മാലിൽ ഉൾപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ ചില പ്രത്യേക നാട്ടിലെത്തിയാൽ അവിടുന്ന് കിട്ടുന്ന വരുമാനമൊക്കെ അദ്ദേഹം അത് ഒഴിവാക്കിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് ഹറാമായത് കൊണ്ടല്ല, അത് അവരുടെ വറ ആണ്. വറ എന്ന് പറയുന്നത് അത് ഹറാമായത് ഉപയോഗിക്കുക എന്നുള്ളതല്ല, ഹറാമായത് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല വറ എന്ന് പറയും. അതിനപ്പുറത്താണ്, അതിനപ്പുറത്തേക്കുള്ളതാണ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ പല കാര്യങ്ങൾ കാണാം. ഇമാമുൽ ഹറമൈൻ ജുവൈനി അറിയപ്പെട്ടതാണ്, വറക്കാത്ത് പോലെയുള്ള ഉസൂൽ ഫിഖ് ഗ്രന്ഥമൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹം ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ വിക്കൽ വരികയാണ്. അദ്ദേഹത്തിന്റെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ ഒരു വിക്കൽ വന്ന സമയത്ത് അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഹാദാ മിൻ അസരി തിൽക്കൽ മസ്സ, ഇത് ആ അന്നത്തെ ആ ഒരു പാല് കുടിച്ചതിന്റെ ആ ഒരു കുടിയുടെ ഇതാണെന്ന് പറഞ്ഞു, അതിന്റെ ഒരു അടയാളം. അപ്പൊ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഏത് കുടിയുടെ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപ്പ, അതായത് അബു മുഹമ്മദ് അൽ ജുവൈനി, അദ്ദേഹം വലിയ അറിവും പണ്ഡിതനൊക്കെ ആയ ഒരാളായിരുന്നു.
ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കും, 2 വയസ്സായിട്ടില്ല, വീട്ടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉപ്പ വരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ സ്ത്രീ ഇദ്ദേഹത്തിന് പാല് കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീ ഇദ്ദേഹത്തിന് പാല് കൊടുത്തു. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഉപ്പ കണ്ടു. അപ്പൊ ഉപ്പക്ക് മനസ്സിലായി സ്ത്രീ പാല് കൊടുക്കാൻ വന്നതാണ്. ഉടനെ തന്നെ ഉപ്പ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായിൽ കൈയിട്ടിട്ട്, 2 വയസ്സില്ലാത്ത ചെറിയ കുട്ടിയുടെ വായിൽ കൈയിട്ടിട്ട് ആ പാല് മൊത്തം ഛർദ്ദിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു പക്ഷെ കുറച്ചു പാലവിടെ ബാക്കിയുണ്ടായിരുന്നു എന്നാണ് അറിയിച്ചത്. ആ സ്ത്രീയാകട്ടെ പലിശയുമായി ബന്ധപ്പെട്ട പലിശ കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വരുമാനം എന്താണ്? ഹറാമാണ്. പക്ഷെ ആ സ്ത്രീയുടെ പാല് അത് ഹറാം ആവുകയില്ല. പക്ഷെ അവരുടെ സൂക്ഷ്മതയാണ്. കാരണം ഏറ്റവും അത്യമായ, ഏറ്റവും മുന്തിയ ഒരു റിസ്ക് ആയിരുന്നില്ല അത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുൻഗാമികൾ അങ്ങനെ അവർക്കുള്ള കുറവുകളൊക്കെ അവരങ്ങനെയാണ് കണ്ടിരുന്നത്. അദ്ദേഹം പറയാണ് ഒരുപക്ഷെ അതിന്റെ കാരണത്താൽ എൻ്റെ സംസാരത്തിലുള്ള വിക്കലുകളുണ്ട്, എനിക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ കഴിച്ച ആ ഒരു വസ്തു അത്ര നന്നായിരുന്നില്ല എന്നതിന്റെ കാരണത്താലാകാം. എന്നാൽ വളരെയധികം നല്ല ഹലാലായ വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്കൊക്കെ ഏറ്റവും നല്ല ഹിക്മത്തുള്ള, നല്ല പാണ്ഡിത്യവും അതുപോലെ അങ്ങനെയുള്ള ധാരാളം അറിവുകൾ സമ്പാദിക്കാനൊക്കെയുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ബുദ്ധിയും കാര്യങ്ങളുമൊക്കെ അവർക്ക് ലഭിക്കുമെന്ന് പറയുന്നത് പണ്ഡിതന്മാർ പലരും പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ല. നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഏറ്റവും മുന്തിയതായിരിക്കണം നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കേണ്ടത്, ഏറ്റവും മുന്തിയതായിരിക്കണം നമ്മൾ ഉടുക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അതായത് ഹലാലുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിൽ തന്നെയാണ് ഈ പറയുന്നത്. അഷ്അർനഹാബിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഏറ്റവും ശരീരത്തോട് അടുത്ത് നിൽക്കുന്ന വസ്ത്രം ഇത് ഉപയോഗിക്കുക എന്നുള്ളത് എന്ന് പറയുകയാണ്. അതായത് എല്ലാ വസ്ത്രവും അവരുടെ അടുത്ത് ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വസ്ത്രങ്ങൾ ഹലാലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ഒക്കെ ഹലാലാണ്. പക്ഷെ അതിൽ ഏറ്റവും മുന്തിയത് അവിടുത്തെ ശരീരത്തോട് ഒട്ടി നിന്നത് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ വിഷയം. പിന്നീട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ദഅന ബിമയാമിനിഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് സുന്നത്ത്. ഇപ്പൊ കൈകൾ കഴുകുന്ന സമയത്താലും തല കഴുകുന്ന സമയത്താലും അത് വലതുഭാഗത്ത്, നമ്മുടെ വലതുഭാഗത്തല്ല, മയ്യത്തിന്റെ വലതുഭാഗത്ത്. മയ്യത്തിന്റെ വലത് കൈയുള്ള ഭാഗം മൊത്തം വലതുഭാഗമാണ്. അപ്പൊ ആ വലതുഭാഗമാണ് ഏതൊരു ഭാഗം കഴുകുന്ന സമയത്തും വലതുഭാഗമാണ് ആരംഭിക്കേണ്ടത് എന്നാണ്. വുളുവിന്റെ അവയവങ്ങളുമാണ് ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് കുളിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു വുളു എടുപ്പിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഈ മവാദിഉൽ വുളു എന്ന് പറയുന്നത് അത് ത്വീബും, നേരത്തെ സുഗന്ധം പുരട്ടേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിലേക്കും അടക്കിക്കൊണ്ട് ആ മവാദിഉൽ വുളുവിന്റെ ഭാഗങ്ങളിലേക്ക് സുഗന്ധം പുരട്ടി കൊടുക്കാം എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് അവർ പറഞ്ഞു അവർ പറഞ്ഞു വജഅൽനാ റഅസഹ സലാസ ഖുറൂൻ, ഞങ്ങൾ അവരുടെ അഥവാ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്തിന്റെ മുടി 3ആയി മെടഞ്ഞു കെട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുടി മെടഞ്ഞു കെട്ടുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്, ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മെടഞ്ഞു കെട്ടുക. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായി പറയുന്നത്, ഇപ്പൊ ഹനഫികളൊക്കെ അങ്ങനെ മെടഞ്ഞു കെട്ടുക എന്നുള്ളതിനെ അവർ എതിർക്കാറുണ്ട്. കാരണമായി അവർ പറഞ്ഞത്, കാരണം മെടഞ്ഞു കെട്ടണമെങ്കിൽ, അതായത് തെംഷീത്ത് എന്ന് പറയുന്നത് അതിന് ചീകേണ്ടി വരും. അപ്പൊ ചീകുന്ന സമയത്ത് മുടി പോകും, അങ്ങനെ മുടി പോകാൻ പാടില്ല. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു അറബി ഭാഷയിൽ തെംഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീകേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് ചെയ്യുന്നതിന് തന്നെ, കൈകൊണ്ട് തന്നെ അങ്ങനെ മടഞ്ഞു കെട്ടുന്നതിന് ചീകേണ്ട ആവശ്യമില്ല, അതാണ് ഭാഷാർത്ഥം. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം, മുടി മെടഞ്ഞു കെട്ടാം. പക്ഷെ മുടി കളയുന്ന ഒരവസ്ഥ ഉണ്ടാക്കേണ്ടതില്ല. കുറെ ചീകി സാധാരണ സ്ത്രീകൾ മുടി കെട്ടുമ്പോഴൊക്കെ ഒരുപാട് കുറെ മുടി അങ്ങനെയാണ്, അപ്പോഴാണ് പോവുക. അത് മയ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത്. അവരുടെ വസ്തുക്കൾ അങ്ങനെ ഉള്ളത് അല്ലത് ഇളകി പോന്നിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാമെന്നല്ല. നമ്മൾ ചീകി അതിന്റെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, മുടിയൊന്നും കളയാൻ പാടില്ല. എന്നാൽ ചീകി വെക്കുക, 3ആയി മടഞ്ഞു കെട്ടുക എന്നുള്ളത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകളുടെ മയ്യത്തുമായി ബന്ധപ്പെട്ട് കുളിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ബൈനമാ റജുലുൻ വാഖിഫുൻ ബിഅറഫ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഹജ്ജിനാണ്. അപ്പൊ ഹജ്ജിന്റെ സമയത്ത് ഒരു വ്യക്തി അറഫയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇദാ വഖഅ അൻ റാഹിലതിഹി ഫവഖസത്ഹു ഔ ഖാല ഫഔഖസത്ഹു. അദ്ദേഹം അറഫയിൽ തന്റെ വാഹനപ്പുറത്താണ് നിൽക്കുന്നത്. അല്ല, അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് കാലിൽ നിൽക്കാം, വാഹനപ്പുറത്തൊക്കെ നിൽക്കാൻ പറ്റും. അങ്ങനെ അറഫയിൽ ആ സമയത്ത് നീണ്ട ളുഹറിന് ശേഷമുള്ള ദുൽഹിജ്ജ് 9 അന്ന് മുതൽ അതിന്റെ മഗ്രിബ് വരെയുള്ള സമയത്ത് അറഫയിൽ നിന്ന് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹജ്ജിന്റെ ഒരു കർമ്മമാണ്. ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ്, അദ്ദേഹം മുഹരിമായിട്ടാണ് ഈ സ്വഹാബിയുള്ള, ആരാണ് സ്വഹാബി എന്ന് ഇതിൽ പറയുന്നില്ല, അദ്ദേഹം അങ്ങനെ മുഹരിമായിട്ടാണ് ഉള്ളത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ഇദ്ദേഹം ഫഔഖസത്ഹു, ഔഖസ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴുത്തൊടിഞ്ഞു പോയി എന്നാണ്. മൃഗത്തിന്റെ മേലെ താഴെ വീണിട്ട് കഴുത്തപ്പാട് ഒടിഞ്ഞുപോയി.
അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഗ്സിലുഹു ബിമാഇൻ വസിദ്ർ, അദ്ദേഹത്തെ വെള്ളവും സിദ്റും കൊണ്ട് നിങ്ങൾ കുളിപ്പിക്കുക. വകഫിനുഹു ഫീ സൗബൈനി, അദ്ദേഹം ധരിച്ച ഇഹ്റാമിന്റെ 2 വസ്ത്രം ഉണ്ടല്ലോ അതിൽ കഫം ചെയ്യുക. വലാ തുഹന്നിതുഹു, സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വലാ തുഖമ്മിറു റഅസഹു, അദ്ദേഹത്തിന്റെ തല മറക്കാൻ പാടില്ല. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, കാരണം ഖിയാമത്ത് നാളിൽ അദ്ദേഹം തൽബിയത്ത് ചൊല്ലുന്നവനായിക്കൊണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലുന്നവനായിക്കൊണ്ടാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് അദ്ദേഹം അത്ര ഏറ്റവും വലിയ ഹറാമാണത്. ഒരാൾ ഹറാമിലായി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഏറ്റവും വലിയ ഹറാമിലുള്ള, അത്രയും ദൈർഘ്യമുള്ള ഹറാമിലായിരിക്കും അത്. അല്ല, സാധാരണ ഉംറക്കാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഹറാമാണ്. ഹജ്ജിനാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രം, ദുൽഹിജ്ജ 8 തുടങ്ങി അല്ലെ, 1ാമത്തെ തഹല്ലുല് 10 2ാമത്തെ തഹല്ലുല് അത് അതിനുശേഷമാകുന്നതാണ്. അപ്പോൾ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു ഇഹ്റാം ആർക്കാണ് ലഭിക്കുന്നത്? അങ്ങനെ മുഹരിമായി ഒരാൾ മരണപ്പെട്ടിട്ടെങ്കിൽ എന്നാണ് പറയുന്നത്. വഫി റിവായത്തിൻ വലാ തുഖമ്മിറു വജ്ഹഹു വലാ റഅസഹു, ചില റിവായത്തിൽ കാണാം മുഖവും തലയും മൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അൽ വഖ്സു കസ്റുൽ ഉനൂഖ്, വഖ്സ് എന്ന് പറഞ്ഞാൽ കഴുത്തൊടിയലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി, ഇദ്ദേഹം ഈ ഒട്ടകത്ത് പുറത്തു നിന്നും താഴെ വീഴുകയാണ്. ഒട്ടകപ്പുറത്തുനിന്ന് ഒരാൾ ശ്രദ്ധിക്കാതെ നിന്നതിന് ചിലപ്പോൾ താഴെ വീണു പോകും. ഇനി കാരണം ഒട്ടകം പെട്ടെന്ന് അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. ഇന്ന് കാർ അപകടം പോലെ പഴയ കാലത്ത് അധികവും ഒട്ടകത്തും കുതിരയെന്നൊക്കെ വീണിട്ട് മരിക്കാറുണ്ട്. ഒട്ടകപ്പുറത്ത് ഒരാൾ വീഴുക എന്ന് പറയുന്നത് അത് അയാളുടെ ഒരു കുഴപ്പമല്ല, മറിച്ച് എത്ര പ്രാവീണ്യമുള്ള നന്നായി പഠിച്ച ആളുകൾ പോലും ചിലപ്പോൾ ഒട്ടകത്തിന്റെ ചില പെരുമാറ്റത്തിൽ വീണുപോകാനും മരണപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഈ സഹാബി റളിയല്ലാഹു അൻഹു അങ്ങനെ മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു മുഹരിമിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പറയാം. അത് മുഹരിമിന് മാത്രമുള്ളതല്ല, ചില കാര്യങ്ങൾ മുഹരിമിന് മാത്രമാണ്, ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും വേണ്ട കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഇഗ്സിലുഹു ബിമാഇൻ വസിദ്ർ, വെള്ളവും ഇലന്തമരവും നമ്മൾ നേരത്തെ പറഞ്ഞു സിദ്റുമായി കുളിപ്പിക്കുക. അപ്പൊ ഈ ഹദീസിൽ കൽപ്പനയുണ്ട്, കുളിപ്പിക്കാൻ കൽപ്പനയുണ്ട്. എന്നാൽ വെള്ളവും സിദ്റും അത് മുസ്തഹബായ കാര്യമാണ്. സിദർ എന്ന് പറയുന്നത് ഇഹ്റാമിൽ നമുക്ക് നിഷിദ്ധമാക്കുന്നില്ല. കാരണം സിദർ അത് ഒരു തൻലീഫിന്റെ വസ്തു മാത്രമാണ്, വൃത്തിയാക്കേണ്ട വസ്ത്രം മാത്രമാണ്. അതല്ലാതെ തൊയ്യബല്ല, സുഗന്ധമല്ല. സിദർ എന്ന് പറയുന്നത് സുഗന്ധമല്ല. അപ്പൊ സുഗന്ധം എന്നുള്ള നിലക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഒരു കാര്യം പ്രശ്നമാകുന്നത്. സുഗന്ധമായി ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമ്മൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അത് സുഗന്ധമാണ് എന്ന് പറയുകയില്ല. എന്നാൽ കാഫൂർ അത് ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കാഫൂർ പറഞ്ഞിട്ടില്ല. കർപ്പൂരം ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇഹ്റാമിലായിരിക്കുന്ന അവസ്ഥയിൽ എന്തു പാടില്ല? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് കഫം പുടവയിലും നമ്മൾ എന്ത് ചെയ്യില്ല? കാഫൂറോ അല്ലെങ്കിൽ അത്തറോ ഒന്നും പുരട്ടി കൊടുക്കുകയില്ല. അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന സമയത്തും എവിടെയും അത് കാഫൂർ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഗന്ധമുള്ള ഒന്നും വെക്കുകയില്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം. എന്നാൽ ജിഹാദിൽ മരണപ്പെടുന്ന ആളുകൾ, യുദ്ധഭൂമിയിൽ മരണപ്പെടുന്ന ആളുകളെയോ അവരെ കുളിപ്പിക്കേണ്ടത് പോലുമില്ല. അവർക്ക് കുളിപ്പിക്കേണ്ടതുമില്ല. അവർക്ക് മയ്യിത്ത് നിസ്കാരവുമില്ല. അല്ലെ? അള്ളാഹു അത് നമ്മൾ അവരോട് എന്തെങ്കിലും ഹക്കിലുള്ള കുറവാണ് നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല. അത് വലിയ കറാമത്താണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവരെ നമ്മൾ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവർ ആ ജിഹാദിൽ 1ാമത്തെ വെട്ടിൽ തന്നെ അവരുടെ രക്തം ചൊരിഞ്ഞ് അവർ മരണപ്പെടുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു. അവർക്കതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. ഇവിടെ ഇഹ്റാമിലുള്ള ആളുകൾക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. വകഫിനുഹു ഫീ സൗബൈനി, അതായത് മയ്യിത്ത് യുദ്ധഭൂമിയിൽ മരണപ്പെട്ട ആൾക്ക് എന്തിന്റെ ആവശ്യമില്ല? കഫൻ പുടവ ഒന്നും വേണ്ട. ആ രക്തത്തിൽ അങ്ങനെ തന്നെ മറമാടുക എന്നുള്ളതാണ്. ആ രക്തമൊന്നും വൃത്തിയാക്കേണ്ടതില്ല. കാരണം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായി നാളെ ഉണ്ടാകും. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും അവരുണ്ടാക്കുക. ഇവിടെ ഇഹ്റാമിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു വകഫിനുഹു ഫീ സൗബൈനി, 2 വസ്ത്രത്തിലാണ് കഫം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷന്മാരറിയാം, നമുക്ക് ഉടുക്കുന്ന ഒരു ഇസാറും മേൽമുണ്ടായ റിദാവും ഉണ്ടാകും. അതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേറെ വസ്ത്രങ്ങൾ അവർക്ക് ആവശ്യമില്ല, തുന്നിയ വസ്ത്രങ്ങളൊന്നും തന്നെ. അപ്പൊ അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വസ്ത്രം. പക്ഷെ തുന്നിയ വസ്ത്രങ്ങൾ, അതായത് കമീസോ സിർവാലോ അങ്ങനെയുള്ള തുന്നിയ വസ്ത്രങ്ങളൊന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് പാടില്ല. ഈ 2 വസ്ത്രം തന്നെ മതിയായതാണ്. വലാ തുഹന്നിതുഹു, അവർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, മുഹരിമാണ് പറഞ്ഞു. വലാ തുഖമ്മിറു റഅസഹു, അദ്ദേഹത്തിന്റെ തല മറക്കാൻ പാടില്ല. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നത്, അവർക്ക് എന്ത് പാടില്ല? തല മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തല അങ്ങനെ തുറന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ചില റിവായത്തിൽ ലാ തുഖമ്മിറു വജ്ഹഹു വലാ റഅസഹു, മുഖവും കൂടി പറയുന്നുണ്ട്. മുഖവും കൂടി
പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇഹ്റാമിലായ ആളുകൾ മുഖവും മറക്കാൻ പാടില്ല. പുരുഷന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുഖവും പുരുഷന്മാർ മറക്കാൻ പാടില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ മാസ്ക് ഒന്നും ഉപയോഗിക്കുക എന്നുള്ളത് ഇഹ്റാമിൽ പാടില്ല എന്നാണ് പറയുന്നത്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലാണ്. പക്ഷേ ഈ വജ്ഹിന്റെ കാര്യം പറയുന്ന ഈ ഒരു ഭാഗം ധാരാളക്കണക്കിന് സഹാബികളുടെ റിവായത്തിന് എതിരാണ്. അതുകൊണ്ട് ഷാദാണ്. അതുകൊണ്ട് മുഖം പുരുഷന്മാർക്ക് മറക്കുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ ആ ഭാഗം അത് ശരിയല്ല, സ്വഹീഹല്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഹദീസിൽ പറഞ്ഞത് മരണപ്പെട്ട ആളുകൾ അവർ ഇഹ്റാമിലാണ് എങ്കിൽ ഇഹ്റാമിൽ ഏതൊരവസ്ഥയിലാണോ അവർ ഉണ്ടാകുക അതേ അവസ്ഥയിലായിരിക്കും അവരെ മറമാടുക, അവർക്ക് കഫൻ പുടവ ധരിപ്പിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ് عن أم عطية الأنصارية قالت نحينا عن اتباع الجنائز ولم يعزم علينا. അവർ പറയാണ് നുഹീന, ഞങ്ങൾ വിലക്കപ്പെട്ടു. അപ്പോൾ ഉസൂലിൽ കാണാൻ സാധിക്കും സഹാബികൾ നുഹീന, ഞങ്ങൾ വിലക്കപ്പെട്ടു, ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹുക്മുർ റഫ്ആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് അർത്ഥം. ആരാണ് പിന്നെ അവരോട് വിലക്കാനുള്ളത്? സഹാബികൾ ഞങ്ങളോട് വിലക്കപ്പെട്ടു, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും സഹാബി പറഞ്ഞതൊന്നും അങ്ങനെ പറയുകയില്ല. അപ്പൊ സഹാബികൾ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിലക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് കൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിലക്കിയിട്ടുള്ളത്? നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്. ആരാണിത് പറയുന്നത്? ഇത് സഹാബി വനിതയാണ്. അതുകൊണ്ട് സഹാബി വനിതകൾക്കുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഹുക്മാണ് എന്ത്? ഇത്തിബാഉൽ ജനായിസ്. ജനാസ പിന്തുടരേണ്ടതില്ല എന്നുള്ളത്, അല്ലെ? ജനാസ പിന്തുടരുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം ഖംസുൻ എന്ന് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞ കാര്യമാണ്. മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നുഹീന, വിലക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ ഹദീസിൽ ഇനി ഇത്തിബാഉൽ ജനായിസ് എന്ന് പറഞ്ഞാൽ രണ്ട് അവസ്ഥയിലാണ്. ഒന്ന് എവിടെ വരെ? ഒന്ന് മഖ്ബറയിൽ എത്തുന്നതിന് മുമ്പ് വരെയുള്ള, അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ഥലം, മസ്ജിദിലാണെങ്കിൽ മസ്ജിദ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള പോലത്തെ മുസല്ലകളുണ്ടെങ്കിൽ അങ്ങനെ അവിടെ വരെ പോകുന്നത് ഒരു ഇത്തിബ ആണ്. അതിനുശേഷം ഖബറിൽ വെക്കുന്നത് വരെയുള്ള ഒരു ഇത്തിബ ആണ്. ഇപ്പൊ രണ്ട് ഘട്ടങ്ങളിലായി ഉണ്ടാവും. ഒന്ന് നിസ്കാരം വരെയുള്ള ഒരു തുടർച്ച, അതിനുശേഷം നിസ്കാരത്തിന് ശേഷം മഖ്ബറ വരെയുള്ള ഒരു തുടർച്ച. ഇതിനെ മുഴുവൻ കൂടുമ്പോഴാണ് ഇത്തിബ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യത്തിനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിലക്ക് വന്നിരിക്കുന്നു. പക്ഷേ ഈ ഹദീസിൽ വന്നിരിക്കുന്ന ഒരു ഭാഗം അത് ചെറിയൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് വന്നത്? വലം യുഅ്സം അലൈന, അതിന്മേൽ ഞങ്ങളോട് അങ്ങനെ ഒരു നിർബന്ധ സ്വരത്തിലല്ല പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഒരു അസ്മില്ല, നിർബന്ധമായി എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഉദ്ദേശിക്കുന്നത് വരാതിരിക്കലാണ് നല്ലത് എന്ന രൂപത്തിലുള്ള വിലക്കാണ്. അതായത് നഹിയുൽ കറാഹിയാണ്, ഒരു വിലക്ക്, ഒരു കറാഹത്തിന്റെ വിലക്കാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പുറത്ത് വേറൊരു ഹദീസുണ്ട്, ലഅനല്ലാഹു സവ്വാറാത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് ഹദീസുകളെയും ജംഅ ചെയ്യുക? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ലഅനത്ത് പറയുകയാണ്, അപ്പൊ അത് വൻ പാപമാണ്. അപ്പൊ ഇവിടെ ഇവർ പറയുന്നു അങ്ങനെ വലിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. വിലക്കി, പക്ഷെ ലം യുഅ്സം അലൈന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ചിലർ അപ്പൊ അതിനു മുമ്പ് ഒരിക്കലും നമുക്ക് എന്തു പറയാൻ സാധിക്കുകയില്ല, ലഅനത്ത് പറഞ്ഞ ഹദീസ് അത് മൻസൂഖാണ്, അതാദ്യം ഇറങ്ങി അതിന്റെ നിയമം ദുർബലപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ദീനിൽ ഏതൊരു വിഷയം ലഅനത്തുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഹുക്കും അത് നസ്ഖ് ചെയ്യുകയില്ല എന്നാണ്, അത് ദുർബലപ്പെടുകയില്ല. ആ ഹദീസിന്റെ ഹുക്കും എപ്പോഴും സാബിത്തായിരിക്കും. ആ ഹദീസിന്റെ നിയമം എപ്പോഴും ഉണ്ടാകും, അവസാനം വരെ ഉണ്ടാകുന്ന നിയമമാണ്. ലഅനത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും വന്ന ഹദീസുകൾ പണ്ഡിതന്മാർ പരിശോധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിന് എങ്ങനെയാണ് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുള്ളത്? ചിലർ പറഞ്ഞു വിലക്കുക എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അവർ ലഭിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അവർ മനസ്സിലാക്കിയതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അവർ പറഞ്ഞത് നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്. രണ്ടാമത് വലം യുഅ്സം അലൈന എന്നുള്ളത് ആ വിലക്കിൽ നിന്നും അവർക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്നാണ്. അത് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോരായ്മയാണ്, അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോരായ്മയാണ് എന്നാണ് ചിലർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഅനത്തുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ ഇൽമ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപം അത് നിർബന്ധമായി ഒഴിവാക്കണമെന്നുള്ള നിലക്കല്ല, ശക്തമായ വിലക്കായിരുന്നില്ല. ആദ്യം അങ്ങനെയാണ് വിലക്കിയിരുന്നത്. പിന്നീടാണ് ശക്തമായ വിലക്കിന്റെ കാര്യം വന്നത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ടില്ല എന്നാണ് അതിനുള്ള സാധ്യതയായി പറയുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അത് ജംഅ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനാസയെ പിന്തുടരുക എന്നുള്ളത് സ്ത്രീകൾക്ക് പാടേ ഇല്ല. ജനാസയെ പിന്തുടരുക എന്നുള്ളത് സ്ത്രീകൾക്ക്
പാടില്ല എന്നാണ്. അത് സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ മനസ്സ് വളരെ ദുർബലമാണ്, അവർക്കത് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരുപാട് ഹറാമുകളിലേക്ക് വരും. പിന്നെ അടുത്ത ഹദീസുകളിലൊക്കെ മരണസമയത്തുണ്ടാകുന്ന നിഷിദ്ധമായ കാര്യങ്ങളാണ്. അട്ടഹസിച്ച് കരയുക, അങ്ങനെ ആർത്തട്ടഹസിക്കുക, ചിലപ്പോൾ അവരുടെ ഔറത്ത് തന്നെ വെളിവാകുന്ന രൂപത്തിലൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് സ്ത്രീകളെ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് അവർക്ക് വിലക്ക് വന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾ വഴി പിഴപ്പിക്കപ്പെടാൻ, പിശാചിനാലും അല്ലാതെയും ഒക്കെ വഴി പിഴപ്പിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് സുരക്ഷയായിക്കൊണ്ടാണ് അവർ ജനാസ തുടരേണ്ടതില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ കൂലി കിട്ടൂലേ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ദീനിൽ നിങ്ങൾക്ക് പ്രത്യേകം വിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കും. അതിന്റെ കണക്കൊന്നും നമുക്കാർക്കും പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. കാരണം ദീനിൽ പറഞ്ഞ കണക്കേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നമ്മളത് പാലിച്ചു കഴിഞ്ഞാൽ അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏതുപോലെ ജമാഅത്തായി മസ്ജിദിൽ നിസ്കരിക്കുന്ന പുരുഷന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പോൾ സ്ത്രീക്കോ എന്ന് ചോദിച്ചാൽ നമുക്ക് മസ്ജിദിൽ നിസ്കരിക്കുന്നതിന്, വീട്ടിൽ നിസ്കരിക്കുന്നതിന് ഇത്ര കൂലി എന്ന് പറഞ്ഞ ഒരു ഹദീസിലില്ല. സ്ത്രീക്കോ അഫ്ളലാണ്, ഇതിനേക്കാളും അഫ്ളലാണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. കണക്ക് എല്ലാ സ്ഥലത്തും അത് വന്നോളുന്നില്ല. അതുകൊണ്ട് അത് തന്നെയാണ് അഫ്ളൽ. അത് മനസ്സിലാക്കുക. അടുത്ത ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഖാൽ, അവിടുന്ന് പറഞ്ഞു, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസയുമായി ബന്ധപ്പെട്ടത് ധൃതിപ്പെടുക. ഫഇൻ തകു സാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, കാരണം അത് നല്ലൊരു മനുഷ്യനാണ് ആ മയ്യിത്തെങ്കിൽ, ഫഖൈറുൻ തുഖദ്ദിമൂന ഇലൈഹി, നിങ്ങൾ മുന്നോട്ടേക്ക് പെട്ടെന്ന് ഗമിക്കുക, മുന്നോട്ടേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന് ഖൈർ. വഇൻ തകു സിവാ ദാലിക് ഫശറുൻ തദഊനഹു അൻ റിഖാബിക്കും, അത് മോശമാണെങ്കിൽ എത്ര മോശം കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഒഴിവാക്കിയേക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്രിഉ ബിൽ ജനാസ, ജനാസയുടെ വിഷയം മുഴുവനും അങ്ങനെ തന്നെയാണ്. അതിനെ ഒരുക്കുന്നത് മുതൽ എല്ലാം പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. അതാണ് ഏറ്റവും വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനന്തരം എടുക്കുന്ന ആരെങ്കിലുമൊക്കെ വരാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുന്നതിന് വേണ്ടി അങ്ങനെ ഒരുപാട് വൈകിപ്പിക്കുക എന്നുള്ളത് അത് മുസ്തഹബല്ല, നല്ലതല്ല. അതുപോലെ തന്നെ അതിന്റെ നിസ്കാരവും ഒക്കെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു. അടുത്തൊരു വക്ത് ജനാസ ഇപ്പോൾ രാവിലെ മരിച്ചു കഴിഞ്ഞാൽ ലുഹർ വരെ, കാരണം ലുഹറിന് ഒരുപാട് ആളുകൾ വരുമല്ലോ എന്ന് വിചാരിച്ച് അതുവരെ വൈകിപ്പിക്കുക എന്നുള്ളത് സുന്നത്തല്ല. പക്ഷെ രാവിലെ മരിച്ചാൽ ലുഹറാകുന്നതിന് മുമ്പ് തന്നെ മറമാടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറമാടലാണ് ഏറ്റവും അഫ്ളൽ. മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം വൈകിപ്പിക്കുക എന്നുള്ളത് സുന്നത്തല്ല. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ രാജ്യത്ത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ചെയ്യുന്നത് അത് ഒരുപാട് പണച്ചെലവും ഒരു സുന്നത്തിനെതിരായ രീതിയുമാണ്. കാരണം എവിടെയാണോ മരണപ്പെട്ടത്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ രാജ്യത്താണെങ്കിൽ എത്ര നല്ല ആളുകളുടെ കൂടെയാണ് അവർ മക്ബറയിൽ ഉണ്ടാവുക, അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. അത് സംരക്ഷിക്കപ്പെടുന്നതുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ആദ്യ ഭാഗത്ത് അറിയിക്കുന്നു. അസ്രിഉ ബിൽ ജനാസ, ജനാസ നിങ്ങൾ ധൃതിയിൽ നിർവഹിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു ഫഇൻ തകു സാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, അത് നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ, മയ്യത്ത് നല്ലൊരാളായിരുന്നെങ്കിൽ, ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, അവർക്കിന് ലഭിക്കാൻ പോകുന്ന ഖബറിലുള്ളത് സ്വർഗീയ അനുഭവമാണ്. അത് നിങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല. അവർ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് എത്തുക എന്നുള്ളത്. കാരണം മരണപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് വന്ന കഫം പുടവ കൊണ്ട് അവരുടെ റൂഹ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർക്കറിയാം അവർ ഇനി സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അവർ ആഗ്രഹിക്കുക എത്രയും പെട്ടെന്ന് ആ ഖബറിലേക്ക് എത്തണമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഖബറിലേക്ക് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വൈകിപ്പിക്കുക എന്നുള്ളത് അവരോടുള്ള ദുൽമാണ്. അവരെ പെട്ടെന്ന് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതെത്ര നല്ലതാണ്. വഇൻ തകു സിവാ ദാലിക്, ഇനി അതല്ല ഷർറായ ആളാണെങ്കിൽ ഫശറുൻ തദഊനഹ അൻ റിഖാബിക്കും, എത്ര മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ചുമലിൽ, നിങ്ങളുടെ അധീനതയിൽ നിങ്ങൾ കൊണ്ടുവെക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എങ്ങനെയായാലും നിങ്ങൾ വേഗത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. നന്മയുള്ള ആളാണെങ്കിലും ശരി, തിന്മയിലുള്ള ആളാണെങ്കിലും ശരി, വേഗത്തിൽ ജനാസയുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക, അതാണ് സുന്നത്ത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ് അൻ സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഖാല സല്ലൈതു വറാഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇംറഅത്തിൻ മാതത് ഫീ നിഫാസിഹാ ഫഖാമ വസതഹാ. ഒരു സ്ത്രീ, അവർ മരണപ്പെട്ടത് അവർ പ്രസവ വേദന കൊണ്ട്, അല്ലെങ്കിൽ പ്രസവത്തിലാകുന്ന ആ ഒരു സമയത്താണ് അവർ മരണപ്പെട്ടത്. അതായത് ഒരു സ്ത്രീ മരണപ്പെട്ടു. ഫഖാമ വസതഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചപ്പോൾ അവരുടെ മധ്യഭാഗത്താണ് നിന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ജനാസ നിസ്കരിക്കുന്ന സമയത്ത്
സ്ത്രീ ആണെങ്കിൽ മധ്യഭാഗത്താണ് നിൽക്കേണ്ടത്. പുരുഷനാണെങ്കിൽ എവിടെയാണ് നിൽക്കേണ്ടത്? രണ്ടഭിപ്രായം കാണാം. നെഞ്ചുഭാഗത്താണ് എന്ന് ചില റിവായത്ത് വന്നിട്ടുണ്ട്, തലഭാഗത്താണ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് പറയുന്നത് നെഞ്ചുഭാഗത്ത് എന്നുള്ള ഇമാം അഹ്മദിന്റെ റിവായത്താണ് കൂടുതൽ സഹിഹായിട്ടുള്ളത്. അപ്പോൾ രണ്ടഭിപ്രായങ്ങളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. രണ്ടഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ട് എങ്കിൽ അത് ആ രൂപത്തിലായിരിക്കും മയ്യത്ത് വെക്കുക, ഒരേപോലെ വെക്കുകയില്ല. സ്ത്രീയുടെ നടുക്കും പുരുഷന്റെ തലഭാഗത്തുമൊക്കെ ആയിട്ട് വരുന്ന രൂപത്തിലായിരിക്കും ആ മയ്യത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിലൊക്കെ വെക്കുക എന്നാണ്. ഇപ്പൊ സ്ത്രീയുടെ മധ്യഭാഗത്ത് നിൽക്കാൻ ചില പണ്ഡിതന്മാർ ഫായിദ പറഞ്ഞു. പഴയ കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കന്ന് വസ്ത്രങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മറ അതുകൊണ്ട് ഉണ്ടാകും എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അത് സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സ്ത്രീയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അതിന്റെ സർവനാമമായി ഉപയോഗിക്കുന്ന ലമീറായി ഉപയോഗിക്കുന്നത് ഹാ എന്ന് തന്നെ പ്രാർത്ഥിക്കണം എന്നാണ്. അല്ലാഹു മഗ്ഫിർ ലഹാ വർഹംഹാ, ആ രൂപത്തിൽ പ്രാർത്ഥിക്കണം. പുരുഷനാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേറെ ചില പണ്ഡിതന്മാർ അതിന്റെ ആവശ്യമില്ല, മയ്യത്തിന് നമ്മൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മതി. അതുപോലെ വബ്ദൽഹാ സൗജൻ ഖൈറൻ മിൻ സൗജിഹാ, സൗജ് എന്നുള്ള വാക്ക് ആണിനും പെണ്ണിനും ഒക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ഒക്കെ അത് ഉപയോഗിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം അടുത്ത ഹദീസ് അൻ അബി മൂസ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ് സാലിഖ വൽ ഹാലിഖ വശാഖ. അസ്സാലിഖ അല്ലതി തർഫഉ സൗതഹ ഇൻദൽ മുസീബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം സ്ത്രീകളോട് ബന്ധവിച്ഛേദനം അറിയിച്ചിരിക്കുന്നു. ആരാണവർ? ഒന്ന് സാലിഖ, സാലിഖയാണ്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. സാലിഖ എന്ന് പറഞ്ഞാൽ അല്ലതി തർഫഉ സൗതഹ ഇൻദൽ മുസീബ, ആപത്ത് എന്തെങ്കിലും വരുന്ന സമയത്ത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നവളാണ് അവൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മരണം സമയത്താണ്, മരണമുണ്ടാകുന്ന സമയത്ത് ജാഹിലിയത്തിലെ സ്വഭാവം അട്ടഹസിച്ചുകൊണ്ട് പറയുക. അപ്പൊ ആ അട്ടഹാസം കൊണ്ട് അവർ പറയുന്നത് ഈ മയ്യത്തിനെ പുകഴ്ത്തിയിട്ടുള്ളതാകട്ടെ, അല്ലെങ്കിൽ ആ ഖദറിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിയിലുള്ള അതിനോടുള്ള ഒരു പൊറുതികേട് കൊണ്ട് പറയുന്ന രൂപത്തിലുള്ള സംസാരമാകട്ടെ, അല്ലെങ്കിൽ ചില ആളുകൾ അവർക്കെതിരെ തന്നെ ദുആ ചെയ്യുന്ന, അല്ലെ എനിക്ക് ഞാൻ മരിക്കട്ടെ, ഇനി എനിക്ക് ജീവിക്കേണ്ടതില്ല, ആ രൂപത്തിലൊക്കെ പറഞ്ഞ അവർക്കെതിരെ തന്നെ ദുആ ചെയ്യുന്ന രൂപത്തിൽ എന്തുമാകട്ടെ ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ പ്രയാസം സഹിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന സ്ത്രീകൾ ഈ ഹദീസ് ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ അവരുമായി ബന്ധവിച്ഛേദനം എന്ന് പറഞ്ഞാൽ അവർ കാഫിറാണെന്ന് അർത്ഥമില്ല, പക്ഷേ വൻ പാപമാണെന്ന് അർത്ഥമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നയാളുമായി എനിക്ക് ബന്ധമില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നവൻ വൻ പാപിയാണ് എന്നാണ് അർത്ഥം. നിസ്സാരമായ കാര്യമല്ല, വൻ പാപം അവർ ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി പറഞ്ഞു വൽ ഹാലിഖ. വൽ ഹാലിഖ എന്ന് പറഞ്ഞാൽ തലമുടി വടിച്ചു കളയുന്നവൾ എന്നാണ് അർത്ഥം. അപ്പൊ ചില ആളുകൾ അങ്ങേയറ്റത്തെ നിരാശ കാരണം എന്ത് ചെയ്യും, അതിന്റെ കാരണത്താൽ തലയൊക്കെ മുണ്ടനം ചെയ്ത് കളയും. അത് പാടില്ല. അത് ഈ ഹദീസിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയോടുള്ള വെറുപ്പ് കൊണ്ടൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അതിലേക്ക് തൃപ്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ സംഭവിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞു വശാഖ. വശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറുന്ന എന്നാണ് അർത്ഥം. അപ്പൊ മാറൊക്കെ വലിച്ചു കീറുക, വസ്ത്രമൊക്കെ വലിച്ചു കീറുക, സഹിക്കാൻ പറ്റാതെ കാണുന്നതൊക്കെ എടുത്ത് പൊട്ടിക്കുകയും വസ്ത്രമൊക്കെ വലിച്ചു കീറുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിധിയിൽ വെറുപ്പുണ്ടാകുക എന്നുള്ളത് തന്നെ ഹറാമായ കാര്യമാണ്. അള്ളാഹുവിന്റെ വിധിയിൽ വെറുപ്പുണ്ടാകുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതിൽ സഹിക്കാൻ സബർ നമുക്കുണ്ടാകണം. ആ വെറുപ്പിനോടൊപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി കൂടി അതിനോട് ഒത്തു വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഗൗരവമുള്ളതായി. ഒരാൾ വെറുപ്പ് മനസ്സിൽ വെച്ചിട്ട് ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ തന്നെ അയാൾ കുറ്റക്കാരനാണ്. ഒന്നും ചെയ്തിട്ടില്ല, മിണ്ടാതെ നിന്നിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര വെറുപ്പ് മനസ്സിൽ ആ വിധിയോട്, അത് തന്നെ കുറ്റക്കാരനാണ്. പക്ഷെ അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ശബ്ദമിട്ട് അട്ടഹസിച്ചു. അത് സ്ത്രീയുടെ വിഷയം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പുരുഷന് അളവില്ല, പുരുഷന് അളവുണ്ട് എന്നല്ല, മറിച്ചൊരു കാര്യം അത് സ്ത്രീയിൽ കൂടുതൽ കാണുന്നത് കൊണ്ടായിരിക്കും സ്ത്രീയുടെ വിഷയത്തിൽ പറയുന്നത്. അത് പുരുഷന് വന്നു കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവർക്ക് കൂടുതൽ ശിക്ഷ കിട്ടും. കാരണം പുരുഷന് സ്ത്രീയെക്കാളും സഹിക്കാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോ ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യം കുറവ് ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടും അയാൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അയാൾക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വയസ്സായ വ്യഭിചാരിക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത്. കാരണം വയസ്സാകുന്നതിനനുസരിച്ച് അതിനുള്ള താല്പര്യം അല്ലാഹു തആല നീക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു ഖൈറാണ് അയാൾക്ക്. പക്ഷെ എന്നിട്ടും അയാൾ അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ശിക്ഷ അയാൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് പുരുഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പുരുഷന് എന്ന് ബാധിക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. പുരുഷനും അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വൽ ഖാലിഖ, തലമുടി വടിക്കുക, വൽ ഹാലിഖ അഫ്വൻ വൽ ഹാലിഖ, തലമുടി വടിക്കുക, വശാഖ അതുപോലെ തന്നെ ഈ മാറ് വലിച്ചു കീറുക പോലെയുള്ള കാര്യമാണ് പറഞ്ഞത്.
അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മ ഇഷ്തഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തുള്ള രോഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ശേഷം പറയുന്ന ഹുക്കുമിന് എന്താണ് ആ സമയത്ത് ദക്കറ ബഅദു നിസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാര്യമാർ, ഉമ്മു സലമയും ഉമ്മു ഹബീബയുമാണ് അവർ ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? റഅയ്നഹാ ബിഅർളിൽ ഹബശ, അവർ ദക്കറ ബഅദു നിസാഇഹി കനീസതൻ റഅയ്നഹാ ബിഅർളി ഹബശ. അവരറിയാം ഈ ഭാര്യമാർ അവർ ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് അന്ന് ഹിജറ ആദ്യം പോയിട്ടുണ്ട്. മദീനക്ക് മുമ്പ് എത്യോപ്യയിൽ ഹിജറ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഹിജറ എത്യോപ്യയിൽ പോയ സമയത്ത് അവിടെ ഒരു നസ്രാണി പള്ളി, ഒരു കനീസ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, എത്യോപ്യ ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു, അന്നു മുതലേ അങ്ങനെ ആയിരുന്നു. അല്ല, അവിടെയാണ് നജാഷിയൊക്കെ ഉണ്ടായിരുന്നത്. യുഖാലു ലഹ മാരിയ, ആ ചർച്ചിന്റെ പേര് മാരിയ എന്നാണ്. ഈ അടുത്ത് ആ ഒരു ചർച്ചിനെ കുറിച്ചിട്ട് കാണാനിടയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. ഈ ഹദീസിൽ പറയുന്നത് പോലെ തന്നെ വളരെയധികം ഭംഗിയിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള, അതായത് ഷിർക്കൻ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുള്ള ഒരു മസ്ജിദ് തന്നെയാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിവിടെ പറയുന്നത്. അപ്പൊ അവർ അതിനെക്കുറിച്ച് പറയുകയാണ്. വക്കാനത്ത് എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറയുകയാണ്, വക്കാനത്ത് ഉമ്മു സലമ വ ഉമ്മു ഹബീബ അത്തതാ അർളൽ ഹബശ. അവർ പറയണം ഉമ്മു ഹബീബയും ഉമ്മു സലമയും അവിടെ ഹബശയിൽ, അതായത് എത്യോപ്യയിൽ പോയവരായിരുന്നു. ശേഷം അവർ തുടർന്നു, ഫദക്കറത മിൻ ഹുസ്നിഹാ വതസാവിരി ഫിഹാ, ആ ചർച്ചിന്റെ ഭംഗിയെക്കുറിച്ചും അതിലുണ്ടാക്കിയിട്ടുള്ള കൊത്തിവെച്ചിട്ടുള്ള തസ്വീറുകളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഫറഫ റഅസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തല ഉയർത്തി, ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഉലൈക്, ആ വിഭാഗം ആളുകൾ, ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ്, അവരുടെ കൂട്ടത്തിൽ സാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദാ, അവരുടെ ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കും. സുമ്മ സവ്വറു ഫീഹി തിൽക സൂറ, പിന്നീട് അവരുടെ ചിത്രം കൊത്തിയുണ്ടാക്കുകയോ വരയ്ക്കുകയൊക്കെ ചെയ്യും. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീചരായ ആളുകൾ, നികൃഷ്ടരായ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സാലിഹ്യങ്ങളുടെ ഖബറിനുള്ളിൽ മസ്ജിദ് ഉണ്ടാക്കിയിട്ട് സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചിട്ടല്ല ഇവിടെ പറഞ്ഞത്. സാലിഹ്യങ്ങളുടെ ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അവിടെ മനസ്സിലാക്കണം. അപ്പൊ ആ സാലിഹ്യങ്ങളോട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? സാലിഹ്യങ്ങളുടെ ഖബറിന് മുകളിൽ എടുപ്പുണ്ടാക്കി ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് അവിടെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത് ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്. അപ്പൊ അവിടെ ആ ഖബറിലുള്ളവനോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചിട്ട് എന്തായിരിക്കും പറയുക? ഏറ്റവും മോശപ്പെട്ട ആളുകൾ അവരാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ലമ്മഷ്തഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയെ കുറിച്ച് പ്രത്യേകം പറയുന്നത് അത് അവസാനത്തിലാണ്. കാരണം ചിലര് ഈ ഹുക്ം ആദ്യത്തിൽ വന്നതാണ് എന്നൊക്കെ ന്യായീകരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഈ ഹദീസിനെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കാത്ത ഹദീസാണ്. ഉംദത്തുൽ അഹ്കാമിൽ വന്ന ഹദീസ് എനിക്കറിയാം, ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളാണ് ഉംദത്തുൽ അഹ്കാമിൽ മുഴുവനുള്ളത്. അപ്പൊ ഈ ഹദീസിനെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല. വളരെ കൃത്യമായി ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുന്നത് പാടില്ല, അവരേറ്റവും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തിലാണ്. ഇത് കാരണം ഹബശയിൽ പോയപ്പോൾ ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലാണല്ലോ. അപ്പൊ അന്നേരമാണ് ഈ വിഷയം. അല്ല, ഹബശയിൽ പോയത് ആദ്യമാണ്. പക്ഷെ ഈ ഹുക്കം എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദ വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹീൻ മസാജിദ, അവരവരുടെ അംബിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ആ ഹദീസിലൊന്നും അവരോട് പ്രാർത്ഥിച്ച കാര്യമൊന്നും പറയുന്നില്ല. അവിടെ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നത് തന്നെ എന്താണ്? ശാപം ഉണ്ടാകാനുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഅനത്തുണ്ട് ഇലാ യൗമിൽ ഖിയാമ. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആരാണോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് അവർക്ക് തന്നെ ശാപമാണ്. അതുകൊണ്ടാണ് ഹറാമാണ്. അവിടെ നിസ്കരിച്ച നിസ്കാരം സഹീഹാവുകയില്ല. ഖബറുള്ള പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം സഹീഹാവുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അടുത്ത ഹദീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ സഹോദരങ്ങളെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, എടുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് അത് പാടില്ല. ഖബറിന് മുകളിൽ എടുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് പാടില്ല. പക്ഷേ പല രൂപത്തിൽ എടുപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. 3 രൂപത്തിൽ. ഒന്ന്, അതിന് മുകളിൽ ഈ പറഞ്ഞതുപോലെ മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളത്. ഖബറിന് മുകളിൽ, ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുക, ഖബറിന്റെ മേലെ നിസ്കരിക്കുന്ന മസ്ജിദ്, അങ്ങനെ ഒന്നും അല്ല ഇതിന്റെ അർത്ഥം. ഒരു ഖബർ അവിടെ ഉണ്ടാക്കി അതിന് ചുറ്റും മസ്ജിദ് ഉണ്ടാക്കുക, അത് തന്നെയാണ് ഖബറിന് മുകളിലുള്ള മസ്ജിദ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു ഖബർ കൊണ്ടുവെക്കുക, അതിൽ മസ്ജിദ് ഉണ്ടാക്കുക, അതിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ ആ മസ്ജിദ് പൊളിച്ചാലും, കാരണം ഖബറാണ് ആദ്യമുള്ളത്. ഇനി ഒരു മസ്ജിദിലാണ് ഖബറുണ്ടെങ്കിൽ ഖബർ അവിടെ നീക്കം ചെയ്തിട്ട് മുസ്ലിമീങ്ങളുടെ മഖ്ബറയിലേക്ക് മാറ്റണം. കാരണം മസ്ജിദാണ് ആദ്യമുള്ളത്, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഏറ്റവും മോശപ്പെട്ടത്, ഖബറിന്മേൽ മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത് നമുക്കറിയാം, ചില നമ്മുടെ നാട്ടിലുള്ള മസ്ജിദ് ഉണ്ടാവുകയില്ല, മറിച്ച് അവിടെ ഒരു എടുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മുകളിൽ ഒരു ഡോം ഉണ്ടാകും, അല്ലെ, ഒരു കുബ്ബ ഉണ്ടാകും. ആ രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് അതിന്റെ താഴെ വരുന്ന കാര്യമാണ്. അവിടെയും ഇബാദത്തുകൾ തന്നെയാണ് ചെയ്യുന്നത്. ഇനി അതല്ലാത്ത രൂപത്തിൽ ഉള്ള മൂന്നാമത്തെ രീതി, സാധാരണ രീതിയിൽ സിമന്റ് വെച്ചും മറ്റുമൊക്കെ കൂർപ്പിക്കുക എന്നുള്ളത്, അത് തന്നെ ഒരു ചാണിന് മുകളിലാണെങ്കിൽ അത് പാടില്ല. ഒരു ചാണിന് മുകളിലാണെങ്കിൽ അത് പാടില്ല. ഇനി ഒരു ചാണിലാണെങ്കിൽ തന്നെ അതിൽ കുമ്മായം ഇടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിലക്കിയിട്ടുണ്ട്. അതായത് കുമ്മായം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് തീ കൊണ്ടുണ്ടാക്കി ചൂടാക്കിയിട്ടുള്ള ഏത് വസ്തുക്കളാകട്ടെ, സിമന്റ് ആകട്ടെ, കുമ്മായമാകട്ടെ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. മറിച്ച് സാധാരണ രൂപത്തിലെ മണ്ണിനെ കൊണ്ട് ഒരു ചാൺ ഉയർത്തുക എന്നുള്ളതേ പാടുള്ളൂ. മണ്ണിനെ കൊണ്ടൊരു ചാൺ ഉയർത്തുക എന്നുള്ളതേ പാടുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അത് പല ഘട്ടങ്ങളുണ്ട്. ഇതെല്ലാം പാടില്ലാത്ത കാര്യം. മസ്ജിദ് ഉണ്ടാക്കുന്നത് പാടില്ല, കുബ്ബ ഉണ്ടാക്കുന്നത് പാടില്ല. ഇനി സിമന്റ് കൊണ്ട് ഒന്നുമില്ല, ഒരു ചാണാക്കിയാൽ പോലും, സിമന്റ് കൊണ്ട് ഒരു ചാണാക്കിയാൽ പോലും, സിമന്റ് കൊണ്ട് കെട്ടിവെച്ചാൽ അത് ഒരു ചാണാണെങ്കിൽ പോലും അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്ന ആളുകൾ ആദ്യഘട്ടത്തിലായിരുന്നു, അപ്പം കുഴപ്പമില്ല, അപ്പോഴാണ് വന്നത്, പിന്നീട് പ്രശ്നമില്ല, ഇസ്ലാം ശക്തിപ്പെട്ടപ്പോൾ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഷിർക്ക് ആദ്യമായി, അല്ലെ, അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഖൗമിൽ ഷിർക്ക് ആദ്യമായി വരികയാണ്. അത് വന്നത് ഇതേപോലെ തന്നെയാണ്, സാലിഹീങ്ങളായ ആളുകളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുകയും അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? ആ സാലിഹീങ്ങളുടെ ആ രൂപം അവിടെ ഉണ്ടാകും. അള്ളാഹുവിലുള്ള ഇബാദത്ത് നമുക്ക് കൂടുതൽ ഖുശൂ കിട്ടും. കാരണം ഇവരെ പോലെ സാലിഹ്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെപ്പോലെ ഞങ്ങൾക്കൊക്കെ ആവണം, അല്ലെ, അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഇബാദത്തും ചെയ്യാത്ത ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മൾ ഇല്ലാതായിപ്പോവും, നമ്മുടെ ഈമാനൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് ഇവരുടെ ഒക്കെ അടുത്ത് പോയാലേ നമുക്ക് നല്ല ഈമാൻ കിട്ടുള്ളൂ അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെയാണ് ഘട്ടം ഘട്ടമായി തലമുറകൾക്ക് ശേഷം ഇവരോട് തന്നെ, ഇവർക്കെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കാരണന്മാർ ഇവരുടെ മാത്രം ഇവിടെ ബാക്കിയാക്കിയത്, വേറെ ആരുടെ ഇല്ലല്ലോ. അപ്പൊ അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഇവർ അള്ളാഹുവിന്റെ അടുത്തുള്ള അടുപ്പക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഇവരോട് പറഞ്ഞാലാണ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു പെട്ടെന്ന് ചെയ്തു തരികയുള്ളൂ എന്ന രൂപത്തിലേക്ക് ഷിർക്ക് മാറുകയുണ്ടായി. ഇതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ആളുകൾ പോലെ ആദ്യ കാലഘട്ടം അവസാന കാലഘട്ടം എന്നില്ല, ഇസ്ലാമിന്റെ ശക്തിയുള്ള കാലഘട്ടം അല്ലാത്ത കാലഘട്ടം എന്നൊന്നുമില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്ന സമയത്ത് ഇസ്ലാമിന് ഏറ്റവും നല്ല ശക്തിയുള്ള കാലഘട്ടമാണ്. എന്നിട്ടും എന്ത് ചെയ്യുകയാണ്? എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. അവരുടെ കൂട്ടത്തിൽ സാലിഹായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഖബറിന് മുകളിൽ എടുപ്പുണ്ടാക്കുന്നത്, മസ്ജിദ് ഉണ്ടാക്കുന്നത് നിഷിദ്ധമാണ്. അതുപോലെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നതും നിഷിദ്ധമായ കാര്യമാണ്. ചിത്രങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നതും നിഷിദ്ധമായ കാര്യങ്ങൾ. ചിത്രങ്ങൾ കൊത്തി ഉണ്ടാക്കുന്ന നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഏറ്റവും മോശപ്പെട്ടത് ഏതാണ്? ഏറ്റവും മോശപ്പെട്ടിട്ടുള്ളത് കൊത്തി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളതാണ്. പിന്നീട് കൈകൊണ്ട് വരക്കുന്നതാണ് അതിന്റെ താഴെ മോശപ്പെട്ട കാര്യം. പിന്നീട് ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഫോട്ടോ രൂപത്തിൽ ഇത്തരത്തിൽ ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് തികച്ചും ഹറാമായ കാര്യമാണ് എന്നതിൽ രണ്ടഭിപ്രായമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഹദീസ് വായിക്കാം. വഹാദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.